വളരെ പ്രാർത്ഥനയോടെ നാം ദൈവസന്നിധിയിലായിരിക്കുക. बहुत ही प्रार्थना के साथ बैठेंगे. തീർച്ചയായിട്ടും ദൈവത്തിന്റെ പ്രവൃത്തി ഓരോ സെക്ഷനുകളിലും കർത്താവ് നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യും. प्रभु का बड़ा कार्य एक एक सेक्शन में प्रभु हमारे लिए करने वाला है. ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നവരാരും നിരാശപ്പെട്ടു പോയിട്ടില്ല. परमेश्वर के सन्निधि में आए हुए कोई भी निराश होकर नहीं गए. ദൈവത്തോട് അപേക്ഷിച്ചവരാരും ഉത്തരം കിട്ടാതെ ഇരുന്നിട്ടുമില്ല. जो भी प्रभु से विनती किया है उनको उत्तर नहीं मिला, ऐसा हुआ नहीं. ഏത് സാഹചര്യത്തെയും ദൈവം അവർക്ക് അനുഗ്രഹമാക്കി മാറ്റിയിട്ടുണ്ട്. कोई भी अवस्था हो उनके लिए आशीष में प्रभु बदला है. അതുകൊണ്ട് ദൈവമക്കൾ ഈ ദിവസങ്ങളിൽ വളരെ ജാഗ്രതയോടും പ്രാർത്ഥനയോടും കൂടെ ദൈവസന്നിധിയിലായിരിക്കും. इसलिए परमेश्वर के लोगों बहुत ही जागृत होकर प्रार्थना के साथ रहे. പ്രത്യേകിച്ച് 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതമായിട്ട് മാറും. ये 40 दिन का उपवास का प्रार्थना हमारे जीवन में बड़ा चमत्कार होना है. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം നമ്മുടെ മേൽ പകരപ്പെടണം. पवित्र आत्मा का बड़ा अभिषेक हम पर उंडेला जाना है. ഉപവാസ പ്രാർത്ഥനകളിൽ ഉടനീളം ആത്മാവിന്റെ വലിയ ചൈതന്യം വെളിപ്പെടണം. उपवास के प्रार्थना के शुरू से आखिरी तक पवित्र आत्मा का बड़ा सामर्थ्य हम पर प्रकट होना है. വചനങ്ങളെ ആഴമായി നമ്മൾ മനസ്സിലാക്കുകയും വചനത്തെ ആഴമായി പഠിക്കുകയും ചെയ്യണം. वचन को गहराई से समझना, गहराई से पढ़ना. അപ്പോൾ തന്നെ വചനത്തെ നമ്മൾ പ്രമാണിക്കുന്നവരുമാകണം. वचन को हम मानने वाले भी बनना है. എങ്കിൽ മാത്രമേ നമുക്ക് അനുഗ്രഹം ലഭിക്കപ്പെടുകയുള്ളൂ. तभी हम आशीष पा सकते हैं. ശക്തമായിട്ട് കർത്താവിനോട് പറഞ്ഞൊരു കാര്യം, ജനത്തിന്റെ ഞെരുക്കത്തെ ദൈവം മാറ്റും. परमेश्वर सामर्थ से मुझसे बात किया, लोगों के बीच में जो दबाव है वो प्रभु हटाएगा. ഇന്ന് പകൽ ദൈവമക്കൾ അവരവർ മനസ്സിലാക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും ചിന്തിക്കേണ്ടതും एक एक जन अपने आप को समझना और प्रार्थना करना है. എന്റെ ജീവിതത്തിലെ ഞെരുക്കം ഏതാണ്, मुझे क्या दबा रहा है, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിലെ ഇടുക്കം ഏത് ഇടുക്കമാണ് എന്റെ ജീവിതത്തിനകത്തുള്ളത്. मेरे जीवन में क्या कमी है, क्या मुझे दबा रहा है. പരിശുദ്ധാത്മാവ് ശക്തമായി ഈ പകൽ നമ്മളോട് ഇടപെടുന്നത് पवित्र आत्मा सामर्थ्य से हमसे बोल रहा है. തീർച്ചയായിട്ടും ചില ഞെരുക്കങ്ങളെ ദൈവം നമ്മൾ നിന്ന് എടുത്തു മാറ്റും. कुछ कमियों को प्रभु हमारे से उठाकर अलग करेगा. നമുക്ക് വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരു ഭാഗമാണ് 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. दूसरा राजा 6 अध्याय का 1 से लेकर 7 वचन. അവിടെ നമ്മൾ വായിക്കുമ്പോൾ പ്രവാചക ശിഷ്യന്മാർ ഏലീശയുടെ അടുക്കൽ വന്ന് പറയുന്ന സങ്കടങ്ങളെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. वहाँ में भविष्यवक्ता के चेले एलिशा के पास आके अपना कष्ट के बारे में बताते हैं. ഞങ്ങൾ പാർക്കുന്ന ഈ സ്ഥലം ഞങ്ങൾക്ക് തീരെ ഇടുക്കമായിരിക്കുന്നു എന്ന് പറയുന്നു ഏലീശയോട്. हम जिस स्थान में रहते हैं वो बहुत ही छोटा है. യോർദാനോളം പോയി മരം വെട്ടേണ്ടതിന് അനുവാദം തരണം എന്ന് പറയുകയാണ്. इसलिए हम यर्दन तक जाए और वहां से एक बल्ला लेकर आए. അവിടുത്തെ സംഭവങ്ങൾ പലപ്പോഴും പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചിട്ടുണ്ട്. वो वचन से पवित्र आत्मा कई बार हमसे बातें ഇത് की. ചെന്ന് പറയുന്നത് ഏലീശയോടാണ്. ये जाकर एलिशा से कहते हैं. ഏലീശയുടെ മേൽ പകരപ്പെട്ട ഇരട്ടി ആത്മ സാന്നിധ്യം ഏലീശയ്ക്കുണ്ട്. एलिशा में दुगना अभिषेक का सानिध्य है. ഈ ഏലീശയെ സംബന്ധിച്ചിടത്തോളം ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നതിന് മുമ്പ് एलिशा परमेश्वर के द्वारा उपयोग होने के पहले മണ്ണിനോട് പോരാടി ജയിച്ച ഒരു മനുഷ്യനാണ്. मिट्टी से लड़कर जय पाया एक मनुष्य है. വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് പറയാം, മണ്ണിനെ പൊന്നാക്കി സമൃദ്ധമായ അനുഭവങ്ങൾ മുൻപോട്ട് കൊണ്ടുപോയവൻ. हो सके तो ऐसा हम बोल सकते हैं, मिट्टी को सोना बनाया हुआ उसको अच्छा एक समृद्धि में लेके गया एक मनुष्य. കരുത്തുള്ള ആ കരം കൊണ്ട് കലപ്പ വെച്ച് കരിമ്പാറ പോലിരിക്കുന്ന മണ്ണിനെ ഉഴുതുമറിച്ചവൻ. ताकत है वाला वो हाथ रखकर पत्थर के समान है वाला मिट्टी को हल जोतकर उसे जो पैदावार बनाया. എന്നാൽ ഏലിയാവിന് ലഭിക്കപ്പെട്ട ആത്മനിയോഗമനുസരിച്ച് ഏലീശയുടെ മേൽ ഇട്ട പുതപ്പ് ഇതെല്ലാം അവനെ വിട്ടിട്ട് ഇരട്ടി പങ്ക് അഭിഷേകത്തിന് വേണ്ടി പുറപ്പെടുന്നു. एलिया के ऊपर जो अभिषेक था उसका दुगना सानिध्य एलिशा के ऊपर देकर प्रभु के सानिध्य के द्वारा चलता है. കാലങ്ങൾ കഴിയുന്നതിന് മുമ്പ് ഇരട്ടി അഭിഷേകത്തെ സ്വന്തമാക്കിയ ഒരു ഭക്തനായ മനുഷ്യൻ. समय बीतते बीतते परमेश्वर का दुगना अभिषेक का सानिध्य वो अपना ले लिया. ഞാൻ ദൈവമക്കളോട് പറയാം, ഈ ഉപവാസ പ്രാർത്ഥന കൊതിക്കുന്ന ദൈവമക്കൾക്ക് ലഭിക്കപ്പെടുന്ന അഭിഷേകത്തിന്റെ അളവറ്റ വലിപ്പം വെളിപ്പെടണം. ये उपवास के प्रार्थना में दुगना अभिषेक ने प्रभु हमारे लिए जो चाहता है उस प्रकार का अभिषेक हम पर प्रकट हो. പുതിയ നിയമത്തിനകത്തൊരളവില്ല. नया नियम में
അളവില്ല. हिसाब नहीं है. നമ്മളാണ് പരിശുദ്ധാത്മാവിനെ പരിമിതപ്പെടുത്തുന്നത്. हम पवित्र आत्मा को नापते हैं. പ്രാർത്ഥിക്കാൻ നേരത്ത് മാത്രം പരിശുദ്ധാത്മാവേ നീ വരണം. प्रार्थना करते समय पवित्र आत्मा तू आ जाए. പാടാൻ നേരത്ത് മാത്രം പരിശുദ്ധാത്മാവേ വരണം. गीत गाते समय पवित्र आत्मा आ जाए. പ്രസംഗിക്കാൻ നേരത്ത് മാത്രം പരിശുദ്ധാത്മാ വരണം. प्रचार करते समय पवित्र आत्मा आ जाए. ബാക്കിയുള്ള സമയങ്ങളൊന്നും പരിശുദ്ധാത്മാവ് വേണ്ട. और सभी समय में पवित्र आत्मा नहीं चाहिए. അപ്പൊ പലപ്പോഴും നമ്മളാണ് പരിശുദ്ധാത്മാവിനെ പരിമിതപ്പെടുത്തുന്നത്. कई बार पवित्र आत्मा को हम लोग सीमित कर देते എന്നാൽ हैं. നമ്മൾ ആഗ്രഹിച്ചാൽ, हम चाहने से, നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ, हम प्रभु के सन्निधि में നാം प्रार्थना करने ദൈവത്തോട് അപേക്ഷിക്കാൻ से, തയ്യാറായാൽ हम प्रभु से विनती करने तैयार ഈ होने से, പരിശുദ്ധാത്മാവ് അളവ് കൂടാതെ നമുക്ക് പകർന്നു തരും ദൈവം. पवित्र आत्मा बिना नाप के प्रभु हम पर उंडेला जाएगा. വിശ്വസിക്കുന്നവന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലുപ്പം. विश्वास करने वाले में प्रभु का वो जो सामर्थ्य प्रकट होता है उसका कोई हिसाब नहीं है. അത് ഏത് സാഹചര്യത്തിലും നടക്കും. वो कोई भी अवस्था में होगा. ഞാൻ പറയും, ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവമക്കൾ പരിശുദ്ധാത്മാവിന്റെ ആ സാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കണം. ये उपवास के प्रार्थना में पवित्र आत्मा को सानिध्य के लिए आप लोग चाहना है. ഇരട്ടി ആത്മബലത്തിന് വേണ്ടി എലീശ ആഗ്രഹിച്ചതുപോലെ दुगना आत्मा का सानिध्य के लिए एलीशा चाहे उस प्रकार നമ്മൾ ആഗ്രഹിക്കണം, ദൈവമേ എന്നിൽ അളവ് കൂടാതെ പകർന്നു തരണം പരിശുദ്ധാത്മാവിനെ. हमें चाहना है प्रभु बिना नाप के हम पर पवित्र आत्मा को उंडेलना है. ക്രിസ്തീയ ജീവിതം വിശുദ്ധിയോടും വിശ്വസ്തയോടും കൂടെ ജീവിക്കാൻ, ഈ വചനത്തിന്റെ ആഴങ്ങളെ മനസ്സിലാക്കി അതിന്റെ പൊരുളുകളെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ, വിശുദ്ധിയിൽ നിലനിൽക്കാൻ എനിക്ക് ഈ പരിശുദ്ധാത്മാവിന്റെ അളവറ്റ വലിപ്പം എനിക്ക് ആവശ്യമാണ്. मसीह जीवन में पवित्रता के साथ जीने के लिए पवित्र आत्मा का जो सानिध्य हमें जरूरी. പുതിയ നിയമസഭയെ മുഴുവൻ നയിക്കുന്നത് പരിശുദ്ധാത്മാവാ. नया नियम को कलीसिया को चलाता है पवित्र आत्मा. പുതിയ നിയമസഭ എന്ന് പറയുന്നത് തന്നെ പരിശുദ്ധാത്മാവിന്റെ സഭയാ. नया नियम के कलीसिया बोले तो पवित्र आत्मा का कलीसिया. എത്ര നമ്മൾ അത് ചിന്തിച്ചാലും മതി വരാത്തതാ. कितना भी हम उसके बारे में सोचेंगे वो काफी नहीं होगा. ആ പരിശുദ്ധാത്മാവിന് വേണ്ടി, അഭിഷേകത്തിന് വേണ്ടി കൊതിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ട്. वो पवित्र आत्मा के लिए चाहने वाले, अभिषेक चाहने वाले हमारे बीच में है. അന്യഭാഷയോടെ ദൈവത്തെ ആരാധിക്കാനും ദൈവത്തോട് സംസാരിക്കാനും ആഗ്രഹിക്കുന്നവരും വാഞ്ചിക്കുന്നവരും ഉണ്ട്. अन्य भाषा में प्रभु की आराधना करने चाहने वाले हमारे बीच. ഞാൻ പറയാം, ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൊതിച്ചാൽ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്ത ദൈവ പ്രവൃത്തി. पवित्र आत्मा का सानिध्य हम चाहने से हमारी उम्मीद से भी बढ़कर प्रभु का कार्य होगा. അപ്പൊ എന്നാൽ പുതിയ നിയമത്തിന്റെ അകത്ത് ഈ പകരപ്പെട്ട ആത്മസാന്നിധ്യം ഉള്ളപ്പോൾ പഴയ നിയമം അത് തികച്ചും വ്യത്യസ്തമായിരുന്നു. नया नियम में उंडेला गए पवित्र आत्मा का सानिध्य था उस समय, लेकिन पुराना नियम एकदम अलग है. ഇതാവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം പരിശുദ്ധാത്മാവ് വന്ന് സംസാരിച്ച് പ്രവർത്തിച്ച് പോകുന്ന ഒരു പ്രകൃതമായിരുന്നു പഴയ നിയമം. पुराने नियम में आवश्यकताओं के लिए आकर बात करके चले जाने वाला था पवित्र आत्मा. എന്നാൽ പുതിയ നിയമം അങ്ങനല്ല. സദാകാലവും പരിശുദ്ധാത്മാവ് നമ്മളോട് കൂടെ എന്ത് ചെയ്യുക? നടക്കുകയാണ്. लेकिन नया नियम उस प्रकार नहीं है. सदा समय हमारे साथ चलता है पवित्र आत्मा. ഓർക്കുക, നമ്മൾ അനുവദിച്ചാലേ പറ്റൂ. हम अनुमति देने से ही होगा. നമ്മൾ അനുവദിച്ചില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ കാണത്തില്ല. हम अनुमति नहीं देंगे तो पवित्र आत्मा हमारे साथ नहीं चलेगा. അതിനാ പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുക നമ്മൾ പറയുന്നത്. इसलिए बोलते हैं पवित्र आत्मा के अधीन हो जाए. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടമാണ് നമ്മളിലൂടെ വെളിപ്പെടുക. तब पवित्र आत्मा का इच्छा हमारे द्वारा प्रकट होता है. അതിലേക്ക് നമ്മൾ പിന്നീട് നമ്മൾ വരും. उसमें बाद में जाएंगे. ഇവിടെ ഇരട്ടി ആത്മസാന്നിധ്യമുള്ള ഈ ഏലീശയുടെ പവറിനെ മനസ്സിലാക്കിയ ശിഷ്യന്മാർ, यहाँ पे दुगना आत्मा का सानिध्य है वाला ये एलीशा का पावर को समझे चेले लोग. ഈ പ്രവാചകന്റെ ഒത്തിരി ഗുണഗണങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം അതിന്റെ പുറകിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ उसके पीछे वाले बातों को हम समझेंगे तो भविष्यता का बहुत सारा गुण के बारे में देख पाएंगे. എന്നാൽ ഇവിടുത്തെ വിഷയം തികച്ചും വ്യത്യസ്തമായിരുന്നു. लेकिन यहाँ का विषय एकदम अलग है. ഈ ഏലീശ പ്രവാചകനോട് ശിഷ്യന്മാർ പറയുകയാണ്, ഞങ്ങൾ പാർക്കുന്ന ഈ സ്ഥലം ഞങ്ങൾക്ക് തീരെ ഇടുക്കമായിരിക്കുന്നു എന്ന് നീ കാണുന്നുവല്ലോ. एलीशा के चेले लोग आकर बोलते हैं जिस स्थान में हम रहते वो हमारे लिए बहुत ही छोटा है. ഓർക്കുക, ദൈവത്തിന്റെ കൂടെ ദൈവത്തിന് വേണ്ടി ഒക്കെ ഇറങ്ങി പ്രവർത്തിക്കുന്ന ദൈവമക്കൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ട്. परमेश्वर के लिए कार्य करने वाले लोगों के बीच में जो है कमी दबाव होता है. യേശു കർത്താവിന്റെ കൂടെ ഇറങ്ങി തിരിച്ച ശിഷ്യന്മാർ സാധാരണക്കാരായിരുന്നു.
यीशु मसीह के साथ निकले हुए चेले लोग साधारण मनुष्य थे। അവർക്ക് ഒത്തിരി ഞെരുക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. उनको भी बहुत सारा कमी था। കുടുംബങ്ങളുടെ അകത്ത് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. उनके परिवारों के अंदर में तकलीफ था। വ്യക്തിപരമായ ഞെരുക്കങ്ങൾ അവർ അനുഭവിച്ചിട്ടുണ്ട്. व्यक्तिगत रूप से भी वो बहुत सारा तकलीफ अनुभव किए। പല മേഖലകളിൽ രോഗങ്ങളാൽ പിടിക്കപ്പെട്ട് ഭാരപ്പെട്ട സന്ദർഭങ്ങളുണ്ട്. कई बार बीमारियों से जो हमला हो गए। ആരോഗ്യപരമായിട്ട് ഞെരുക്കം അനുഭവിച്ചവരുണ്ട്. उनके ताकत में भी बहुत सारा तकलीफ अनुभव करे। മാനസികമായി ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. मानसिक दबाव अनुभव करे। സാമ്പത്തിക ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. पैसे का जो दबाव अनुभव करे। ഞാൻ ഇന്ന് പകൽ ദൈവമക്കളോട് ഞാൻ പറയാം, आज मैं आप लोगों से कहता हूँ, ഏത് ഞെരുക്കങ്ങളെയും വിശാലത വരുത്താൻ കഴിയുന്നത് യേശുവിന് മാത്രമാണ്. कोई भी दबाव में हमें विशालता में लेके जाने के लिए प्रभु से ही होगा। ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ നിന്റെ ഞെരുക്കത്തിന് വിശാലത വരുത്താൻ പറ്റൂ. प्रभु का वचन ही हमारे दबाव से हमें छुड़ा सकता है। അതുകൊണ്ടാണ് പല സന്ദർഭങ്ങളിലും ശിഷ്യന്മാരായാലും യേശുവിനോട് നിലവിളിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. कई संदर्भ में चेले लोग भी यीशु से विनती करते हैं। സങ്കീർത്തനക്കാരൻ 107 സങ്കീർത്തനം അതിന്റെ 6 വാക്യം ഇങ്ങനെ പറയുന്നത്, 107 वचन का अध्याय का 6 वचन कहता है, അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. उन्होंने संकट में यहोवा की दोहाई दी। അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. उसने उनको सकेती से छुड़ाया। ചില സന്ദർഭങ്ങളിൽ ഞെരുക്കങ്ങൾ വരുമ്പോൾ ആ ഞെരുക്കത്തിന്റെ നടുവിൽ നിലവിളിക്കുന്ന ഒരു ദൈവ പൈതലിനെ ആ നിലവിളി സ്വർഗ്ഗം കേൾക്കും. कई बार हमारे जीवन में सकीती आता है, हम दोहाई देते हैं, हमारी आवाज को प्रभु सुनता है। ഇസ്രായേൽ മക്കളെ കുറിച്ച് നമ്മൾ അത് മനസ്സിലാക്കുന്നുണ്ട്. इस्राएलियों के बारे में हम वो बात समझते हैं। ഇഷ്ടിക ചൂളയിൽ കഷ്ടപ്പെട്ട് എല്ലുമുറിയ പണിയെടുത്ത് ആ പണിയെടുത്തതിന്റെ നിവേദനം ലഭിക്കപ്പെടാതെ സങ്കടപ്പെട്ട് അർദ്ധരാത്രി പോലും കണ്ണുനീരുകൊണ്ട് ജീവിതം കഴിച്ചുകൂട്ടിയ ഇസ്രായേൽ ജനം, ईंट बनाने के कारखाने में तकलीफ से काम करते, लेकिन उनको वो इस्राएलियों लोगों का जीवन में प्रभु बदलाव दिया। അതിനുവേണ്ടി ദൈവം ഒരു മോശയെ എഴുന്നേൽപ്പിച്ച് പുറത്തു കൊണ്ടുവരികയാണ്. उसके लिए प्रभु एक मूसा को निकाल कर बाहर लाओ। നിന്റെ ഞെരുക്കങ്ങളെ കണ്ട് നീ നിലവിളിക്കുമ്പോൾ आपकी सकेती को देखकर आप दोहाई देंगे നിനക്ക് तो വേണ്ടി സംസാരിക്കാൻ ദൈവം ചിലതിനെ എഴുന്നേൽപ്പിക്കും. आपके लिए बात करने के लिए कुछ लोगों को प्रभु उठाएगा। നിന്നോട് ദൂത് പറയാൻ ദൈവം ചിലതിനെ എഴുന്നേൽപ്പിക്കും. आपसे सम्मति बोलने के लिए प्रभु कुछ लोगों को നിന്നെ उठाएगा। ധൈര്യപ്പെടുത്താൻ ദൈവം ചിലതിനെ എഴുന്നേൽപ്പിക്കും. आपको हिम्मत देने के लिए प्रभु कुछ लोगों को उठाएगा। ഒരു കാലത്ത് ഞാൻ പല രോഗങ്ങളാൽ ഞെരുക്കങ്ങൾ അനുഭവിച്ചവരായിരുന്നു. कई बीमारियों से हम सकेती में पड़े थे। പക്ഷെ അന്ന് നാം ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ആ ഞെരുക്കങ്ങളിൽ നിന്ന് നമ്മളെ എന്ത് ചെയ്തു? ദൈവം വിടുവിച്ചു. लेकिन उस समय हम लोग परमेश्वर से प्रार्थना करे तो प्रभु हमें उससे छुड़ाया। ഇന്നൊരു പക്ഷേ ചില സാമ്പത്തിക ഞെരുക്കങ്ങൾ ഒരുപക്ഷെ നമുക്ക് കാണില്ല, रुपए का सकेती हमें नहीं होगा, आज ഉള്ളവരും ഉണ്ടാകാം. है वाले भी होंगे। പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ ഞെരുക്കം അനുഭവിക്കുന്നത്, आज हम लोग ज्यादातर सकेती अनुभव करते ഞാൻ हैं। പറയും ആത്മീക ഞെരുക്കം അനുഭവിക്കുന്നത്. आत्मिक सकेती, ആ ആത്മീക ഞെരുക്കത്തിനൊരു വിശാലത വെളിപ്പെട്ടാൽ आत्मिक सकेती में एक छुटकारा होने से ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങൾ മാറി ഒരു വലിയ വിജയം നമ്മുടെ മേൽ വെളിപ്പെടും. परमेश्वर के लोगों हमारे जीवन का पराजय हटकर एक विजय में हम प्रवेश करें। പല സന്ദർഭങ്ങളും നമ്മുടെ ജീവിതത്തിൽ വലിയ ഭാരങ്ങളും ഞെരുക്കങ്ങളും ജീവിതത്തിനകത്ത് വന്നപ്പോഴും कई संदर्भ में हमारे जीवन में बहुत तकलीफ और सकेती अनुभव होता है, तब ഓടി ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് കരയുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടായിരുന്നു. दौड़ के आकर प्रभु की सन्निधि में रोने का एक अवस्था हमारे में था। കണ്ണുനീരോടെ പ്രാർത്ഥിച്ചെഴുന്നേൽക്കുമ്പോൾ ആ അവസ്ഥയ്ക്ക് വ്യത്യാസത്തെ നമ്മൾ കണ്ടവരാ. आंसू बहाकर प्रार्थना करके उठते तो अवस्था में बदलाव हम देखे हैं। ഇന്ന് ദൈവവും നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? हमारा प्रभु हमारे लिए क्या चाहते ഞെരുക്കങ്ങളുടെ നടുവിൽ ഓടി ഒളിക്കാനല്ല, हैं? सकेती के बीच में हमें छुपने के लिए മറിച്ച് नहीं, ദൈവത്തിന്റെ അടുക്കിലേക്ക് വരാൻ. प्रभु के करीब आना है। സത്യത്തിൽ ഈ ഒരു ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ ये भाग को हम मनन करेंगे ഈ तो ഞെരുക്കം തുടങ്ങിയിട്ട് കാലങ്ങളായി. ये सकेती वो अनुभव करके बहुत समय हो गया। ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ये आजकल की बात नहीं है। ചിലര് എന്ത് ചെയ്യുന്നറിയാമോ? ചില ഞെരുക്കങ്ങളോട് അഡ്ജസ്റ്റ് ആയി പോകും. कुछ लोग कुछ सकेती से एडजस्ट हो गए। ചില ഞെരുക്കങ്ങളോട് നമ്മൾ എന്ത് ചെയ്യും? ചേർന്നങ്ങ് പോകും. कुछ सकेती से हम एडजस्ट हो जाते हैं। ചിലര് പറയും ഇതെന്റെ വിധിയാ, कुछ लोग बोलते हैं ये मेरा सर में लिखा है, ഞാൻ ഇത് അനുഭവിച്ചേ മതിയാകത്തുള്ളൂ, ये मैं अनुभव करना ही है, എനിക്ക് ഇങ്ങനെ തന്നെ സംഭവിക്കും. मुझको ऐसा ही होगा। നമ്മുടെ അകത്ത് പിശാച് കൊണ്ടുവരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ये सब शैतान लेके आने वाली बातें हैं हमारे अंदर। മാനുഷികമായി നമ്മൾ ചിന്തിക്കുന്ന ഒരുപാട് ചിന്തകളുണ്ട്. मानसिक रूप से हम सोचने वाली बहुत सारे सोच। പക്ഷേ ഞാൻ ദൈവമക്കളോട് ഞാൻ പറയാം, लेकिन परमेश्वर के लोगों से मैं कहता ഇവിടെ ഈ हूँ, ശിഷ്യന്മാർ ഇന്നലകളിൽ എന്താ ഇവര്
ഇതിനെക്കുറിച്ച് പറയാഞ്ഞ്? ये चेले लोग कल इसके बारे में क्यों बोले नहीं? ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയാം. मैं प्रार्थना किया तो मैं समझा ഇവരുടെ അകത്തൊരു ഐക്യത കുറവായിരുന്നു. इनके अंदर में एक मन नहीं था. ഐക്യത ഉണ്ടെങ്കിൽ ഒരേ സ്വരത്തിൽ പറയാൻ പറ്റത്തുള്ളൂ. एकता होने से एक ही आवाज में बोल पाएंगे. അപ്പൊ ഐക്യത ഇല്ലെങ്കിൽ പറയാൻ പറ്റുമോ? एकता नहीं है तो बोल नहीं पाएंगे. ഐക്യത ഇല്ലേ പറയാൻ പറ്റുകയില്ല. एकता नहीं है तो नहीं बोल അപ്പൊ पाएंगे. ഐക്യത അകത്ത് വന്നപ്പം एक मन हुआ तब ഇവർ ഐക്യമായിട്ട് അങ്ങോട്ട് ഇറങ്ങി പ്രവർത്തിക്കാൻ അങ്ങോട്ട് ഇവരെ കൊണ്ട് സാധിച്ചില്ലെന്നുള്ളത്. एक मन के साथ वो निकल कर कार्य नहीं कर पाए. ഐക്യത ഇവർക്ക് നഷ്ടപ്പെട്ടു പോയായിരുന്നു. एकता उनके अंदर से नष्ट हो गया നിങ്ങൾ था. ചോദിക്കരുത് പാസ്റ്റർ അത് എവിടെ എഴുതിയിരിക്കുന്നതെന്ന് ചോദിക്കത്തില്ലേ. आप ऐसा मत पूछिए पास्टर वहाँ पे लिखा है പക്ഷെ क्या. ഇത്രയും കാലമായിട്ട് ഈ ഞെരുക്കം അനുഭവിച്ചതിന്റെ കാര്യം എന്നാ? इतना समय से वो सकेती अनुभव करने का कारण क्या है. ഇന്ന് പകലിലും ദൈവമക്കളും ഒന്ന് ശരിക്കും ചിന്തിക്കണം. आज परमेश्वर के लोग अच्छी तरह समझना है. എന്റെ ആത്മീക പാപ്പരത്വം എന്തുകൊണ്ടാണ്? मेरा आत्मिक सकेती क्यों है. എനിക്ക് പല നിലകളിലും ഞെരുക്കവാ. बहुत तरीके से मैं दबाव में हूँ. പ്രാർത്ഥിക്കാൻ ഒക്കുന്നില്ല. प्रार्थना नहीं कर पाता हूँ. അല്ലേ? ചിലർക്ക് കണ്ണടച്ച് ഒരു ഏകാഗ്രത കിട്ടുന്നില്ല. कुछ लोग आंख बंद कर कर एक मन से नहीं बैठ पाते. ദൈവമക്കളോട് പറയാം, ഒരിഞ്ച് പോലും ഐക്യത കെട്ടുപോകരുത്. जरा सा भी एक मन जो है कम नहीं होने. അവരുടെ അവസ്ഥയെ നന്നായിട്ട് തിരിച്ചറിഞ്ഞു. उनका अवस्था को अच्छी तरह समझ गए. ഞാൻ ഇന്ന് പകൽ ദൈവമക്കളോട് പറയാം, നമ്മുടെ അവസ്ഥ നമ്മൾ തിരിച്ചറിയണം. परमेश्वर के लोगों से मैं कहता हूँ हमारी अवस्था को हमें समझ है. ഞാൻ ദൈവമക്കളോട് പറയാം, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എന്തുണ്ടാകണം? നമ്മുടെ അവസ്ഥ നന്നായിട്ട് നമ്മൾ അറിയണം. हमारी प्रार्थना में हम अपने अवस्था को अच्छी तरह समझना है. നമ്മുടെ അവസ്ഥ അറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. हमारी अवस्था समझकर हमें प्रार्थना പ്രാർത്ഥിക്കാൻ करना है. അറിയത്തില്ലെങ്കിൽ നമ്മൾ ദൈവത്തോട് പറയണം. प्रार्थना करना नहीं जानते तो प्रभु से कहना എങ്ങനെ ഈ है. വിഷയത്തോട് പ്രാർത്ഥിക്കണം? इस विषय के लिए मैं कैसे प्रार्थना എങ്ങനെ करूं. ഈ വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം? ये विषय को मैं कैसे स्वीकार. ഇതൊക്കെ തെളിയിച്ചു തരാനാ നമ്മുടെ അകത്തുള്ള പരിശുദ്ധാത്മാവ്. ये सब हमें सिखाने के लिए है हमारे अंदर में पवित्र അപ്പൊ आत्मा. ഈ പരിശുദ്ധാത്മാവിന്റെ കരത്തിൽ നമ്മളെ വിധേയപ്പെടുത്താൻ നമ്മൾ തയ്യാറാകണം. पवित्र आत्मा के हाथों में अपने आप को अधीन करने हमें तैयार होना ഇവരുടെ है. അവസ്ഥ ഇവർ തിരിച്ചറിഞ്ഞു. इनका अवस्था को ये लोग समझ गए. അവസ്ഥ മാത്രമല്ല, अवस्था सिर्फ नहीं, പരിഹരിക്കപ്പെടേണ്ട സ്ഥലവും ഇവർ തിരിച്ചറിഞ്ഞു. वो कैसे उसका निवारण करना वो स्थान भी वो समझ गए. അല്ലേ? ഇവർ തന്നെ പറഞ്ഞേ, ये खुद ही बोले ഞങ്ങൾ പാർക്കുന്ന സ്ഥലം ഇടുക്കവാ, ഞെരുക്കവാ. जिसमें हम रहते वो जगह छोटा है. സ്ഥലം കണ്ടുപിടിച്ച് അവര് തന്നെ. वो उसके लिए वो जगह ढूंढ ഏത് ली. സ്ഥലം അവർ തെരഞ്ഞെടുത്തത്? कौन सा जगह पाए. യോർദാന്റെ വൻകാട്. यर्दन का जंगल. ഇന്ന് പകൽ ഞാൻ ദൈവമക്കളോട് പറയാം, आज मैं आप लोगों से कहता हूँ എന്തിന് യോർദാന്റെ വൻകാട് തെരഞ്ഞെടുത്തത്? यर्दन के वहाँ के बड़ा जंगल क्यों चुने. സാധാരണപ്പെട്ടവരാരും ഈ യോർദാന്റെ വൻകാട്ടിൽ പോയി മരം വെട്ടാറില്ല. साधारण कोई भी जो यर्दन के पास जाकर लकड़ी नहीं काटते. യോർദാന്റെ വൻകാടിനെ കുറിച്ച് പഠിച്ചാൽ यर्दन के पास के जंगल के बारे में पढ़े तो വലിയ വലിയ കുറ്റിക്കാടുകൾ അവിടെ കാണാം. बड़ा बड़ा झाड़ी वहाँ पे है. വല്ലാത്ത ഒരു ഭീതി പരത്തുന്ന ഒരു അന്തരീക്ഷമാണ് യോർദാന്റെ വൻകാട്. बड़ा ही डरावना एक माहौल है यर्दन के वहाँ के जंगल. ഞാൻ ഇന്ന് പകൽ ദൈവമക്കളോട് പറയാം, ഈ യോർദാന്റെ വൻകാട്ടിൽ യിരെമ്യാവിനോട് ചോദിക്കുന്നുണ്ട്, കാലാളുകളോട് കൂടെ നീ ഓടിയിട്ട് നീ യോർദാന്റെ വൻകാട്ടിൽ നീ എന്ത് ചെയ്യും? लोगों के साथ चलकर तू हार गए तो जय पाएगा. അപ്പൊ യോർദാന്റെ വൻകാട് എന്ന് പറയുന്നത് यर्दन के बड़ा जंगल बोले तो സാധാരണപ്പെട്ട ആൾക്കാർക്ക് ചെന്ന് പറ്റുന്ന സ്ഥലമല്ല. साधारण लोग वहाँ पे नहीं जा पाते हैं. യോർദാന്റെ വൻകാട്ടിൽ വന്യമൃഗങ്ങളുടെ വലിയ അനുഭവങ്ങളുണ്ട്. यर्दन के बड़े जंगल बोले तो वहाँ बहुत ही जंगली जानवर. യെരമ്യാ പ്രവാചകൻ തന്നെ പറയുന്നു, യോർദാന്റെ വൻകാട്ടിൽ സിംഹങ്ങളുണ്ട്. यिर्मयाह भविष्यवक्ता कहता है यर्दन के जंगल में सिंह है. ഇങ്ങനെയുള്ളത് തെരഞ്ഞെടുക്കാൻ കാരണം എന്നാണെന്നറിയാമോ? ऐसे ये लोग क्यों चुने. കൂടെയുള്ളവന്റെ വലിപ്പം അവർ മനസ്സിലാക്കി. साथ है वाला का बड़प्पन वो समझ അവർ गए. ഒറ്റയ്ക്കല്ല പോകാൻ തയ്യാറായത്. वो अकेले जाने के लिए तैयार मिलेगा. നമുക്കറിയാം, ചില വിടുതൽ കിട്ടണമെങ്കിൽ ചില തലങ്ങൾ മനസ്സിലാക്കണം. कुछ छुटकारा हमें पाना है तो कुछ क्षेत्र को हमें समझना है. സ്വാഭാവികമായിട്ട് നമ്മൾ തന്നെ മനസ്സുകൊണ്ട് മടിക്കും. स्वाभाविक रूप से हम मन से जो है पीछे അതൊക്കെ हटेंगे. ഭയങ്കര കട്ടിയാ. वो तो थोड़ा कठोर है. ഇത്രയും ദിവസം ഉപവസിക്കാന്നൊക്കെ പറയുന്ന വലിയ പാടാ. इतना दिन उपवास करे बहुत तकलीफ है. ഇത്രയും ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരിക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാ. इतना दिन उपवास प्रार्थना में आना भी तकलीफ है. വില കൊടുത്തവരെ ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളൂ. जो कीमत चुकाए उनको जो है सकेती से छुड़ाया गया है. വില കൊടുത്ത് ദൈവസന്നിധിയിൽ ഇരുന്നവരെ വിടുതൽ പ്രാപിച്ചിട്ടുള്ളൂ. कीमत चुकाकर प्रभु के सन्निधि में बैठे वाले जो छुटकारा. നിങ്ങൾ വില
കൊടുത്ത് പ്രാർത്ഥിക്കുന്നത് അതൊരു ദിവസമേ ഉള്ളെങ്കിലും അത് നിഷ്ഫലമല്ല. അത് ദൈവത്തിന്റെ നീതിക്കായി കണക്കിടും ദൈവം. परमेश्वर के लोगों से मैं कहता हूँ, आप जो कीमत चुकाकर प्रभु के सन्निधि में आए हैं तो कभी भी व्यर्थ नहीं होगा. प्रभु उसका कीमत देगा. എത്രമാത്രം നമ്മൾ വില കൊടുക്കുന്നുവോ हम कितना कीमत चुकाते हैं അത്രമാത്രം വിടുതൽ നമ്മൾ അനുഭവിക്കും. उतना छुटकारा हम अनुभव करेंगे. ഈ ശിഷ്യന്മാർ വില കൊടുത്തു. ये चेले लोग कीमत चुकाए. യോർദാന്റെ വൻകാട് തന്നെ അവർ തെരഞ്ഞെടുത്തു. यरदन का बड़ा जंगल वो चुन लिए. അത് ഇച്ചിരി കട്ടിയാണെന്ന് ഞങ്ങൾക്കറിയാം. वो थोड़ा कठोर है, हम जानते വേറെ हैं. എത്രയോ സ്ഥലങ്ങളുണ്ട് മരമുള്ള സ്ഥലം. और कितना ही जंगल है लकड़ी പക്ഷേ ഇവർ തെരഞ്ഞെടുത്ത സ്ഥലം ഇച്ചിരി കട്ടിയാ. ये जहाँ जो जगह चुने वो थोड़ा मुश्किल है. അതുകൊണ്ട് തന്നെ അവർ പറയുന്നു പ്രവാചകനോട്, इसलिए वो भविष्यता से बोलते നീ हैं, ഞങ്ങളുടെ കൂടെ പോരണം. तू भी हमारे साथ चल. കട്ടിയുള്ള സ്ഥലമാണെങ്കിൽ തമ്പുരാനെ കൂട്ടുപിടിച്ചോണം. जहाँ मुश्किल वाला जगह वहाँ प्रभु को साथ നീ ले जाना है. ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ ദൈവം പറയുന്നില്ല. अब अकेले कुछ करने प्रभु नहीं ഈ कहता ഉപവാസ है. പ്രാർത്ഥനയ്ക്കകത്ത് ദൈവമക്കളോട് ഞാൻ പറയാം, ये उपास के प्रार्थना में परमेश्वर നീ के लोगों को പ്രാർത്ഥിക്കുമ്പോ कहता हूँ, തമ്പുരാനെ കൂട്ടുപിടിച്ചോണം. आप प्रार्थना करते समय प्रभु को साथ ले. പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ചോണം. पवित्र आत्मा को साथ ले. ദൈവത്തിന്റെ വചനത്തെ കൂട്ടുപിടിച്ചോണം. परमेश्वर का वचन को साथ ले. വചനം നിനക്ക് തെളിവായി ചിലത് പറഞ്ഞു തരും. वचन आपको अच्छी तरह सिखाएगा. പരിശുദ്ധാത്മാവ് നിന്റെ പ്രാർത്ഥനയ്ക്ക് തുണ നിൽക്കും. पवित्र आत्मा तेरे प्रार्थना में ദൈവം നിന്റെ साथ देगा. പ്രാർത്ഥനയ്ക്ക് നിന്നെ ശക്തീകരിക്കും. परमेश्वर आपकी प्रार्थना में साथ ദൈവം देगा. തന്റെ ദൂതന്മാരെ നിനക്ക് വേണ്ടി കാവലാക്കും. प्रभु अपने दूतों को तेरे लिए भेजेगा. നിനക്ക് ഏത് വിഷയത്തിൽ മറുപടി ലഭിക്കപ്പെടണമോ ആ വിഷയത്തിൽ മറുപടി തരാൻ ദൈവം വിശ്വസ്തനാ. तुझे किस विषय में उत्तर चाहिए उस विषय में उत्तर देने प्रभु जो है सच्चा है. ഞെരുക്കം മാറണമെങ്കിൽ റിസ്ക് വേണം. सकेती हटना है तो रिस्क उठाना ചില है. റിസ്ക് എടുക്കണം. कुछ रिस्क उठाना है. ത്യാഗം സഹിക്കണമെന്നേ. तकलीफ सहना है. 38 വർഷം കൊളക്കര കടന്ന ഒരു മനുഷ്യനെ നമുക്കറിയാം. 38 साल कुंड के पास था मनुष्य के बारे में യേശു जानते ചെന്ന് हैं. ശിവനോട് ചോദിക്കും, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? यीशु जाके उससे पूछता तू चंगा होना चाहता है क्या. അവന്റെ ആവലാദികളെല്ലാം ദൈവത്തോട് പറഞ്ഞു. वो उसका मन का जो भी दर्द है सब बोल ദൈവമേ दिया. എനിക്ക് ആരുമില്ല. प्रभु मेरे लिए कोई नहीं है. ഞാൻ ഇറങ്ങാൻ ചെല്ലുമ്പോ മറ്റൊരാൾ വന്ന് ചാടുന്നു. मैं जब उतरने जाता हूँ दूसरा അവൻ कोई उतरता സൗഖ്യം है. പ്രാപിക്കുന്നു. वो चंगा होता है. അതുകൊണ്ട് എനിക്കൊന്നും ഇതിനകത്തോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. इसलिए मैं उतर नहीं पाता. ഞാൻ ഇങ്ങനെ ഇവിടെ കടക്കാൻ തുടങ്ങിയിട്ട് 38 വർഷമായി. मैं यहाँ ऐसे पड़ा 38 साल हो गए. ചുരുക്കി പറഞ്ഞാൽ അവന്റെ ആ ശാപത്തെ സ്വർഗം പൊളിച്ചു കളയുക. उसका उस शाप को प्रभु तोड़ता है. 38 വർഷം ഇസ്രായേലിന്റെ ചില ശാപത്തിന്റെ അനുഭവങ്ങളാണ്. 38 साल तक इस्राएल का कुछ शाप का अनुभव ആ था. ശാപത്തെ തകർക്കാൻ ദൈവം തന്റെ ആ ഭക്തന്റെ അകത്തേക്ക് ഇറങ്ങുക. वो शाप को तोड़ने के लिए प्रभु के भक्त के पास प्रभु आता എന്നിട്ട് है. യേശുവിനോട് പറഞ്ഞു എന്നാന്നറിയാമോ? प्रभु उससे क्या कहा, നിന്റെ കിടക്ക എടുത്ത് നടക്ക. अपनी खाट उठाकर चल फिर. എത്ര പേര് കേൾക്കുന്നുണ്ട്? നിന്റെ കിടക്ക എടുത്ത് നടക്ക. अपनी खाट उठा और चल. എന്തോ വർത്താന കർത്താവ് പറയുന്നേ. प्रभु कैसे बातें करता है. കിടക്കയെന്ന് ഇറങ്ങുന്ന ദുരിതം എനിക്കറിയാം. वो खाट से उतरने वाला तकलीफ वो जानता है. കിടക്കയെന്ന് ശരിക്ക് വേഗത്തിൽ ഇറങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇന്നും ഇവിടെ കിടക്കുന്നേ. खाट से वो जल्दी उतर नहीं पाता इसलिए इतने साल से वहाँ पड़ा है. പക്ഷെ യേശു പറയുന്നു നിന്റെ കിടക്ക എടുക്ക. अब यीशु कहता है अपना खाट उठा. കിടക്ക എടുത്ത് നടക്ക. खाट उठा और चल. ഇവൻ റിസ്ക് എടുക്കാൻ തയ്യാറായി. वो रिस्क उठाने तैयार हो എത്ര गया. പേര് കേൾക്കുന്നുണ്ട്? ഒന്ന് തയ്യാറാകാമോ? ആ ഞെരുക്കത്തെ പൊളിക്കണമെങ്കിൽ റിസ്ക് എടുക്കണം. सकेती से बाहर आना है तो आप तैयार होना है, रिस्क लेना है. അവൻ പറയും, അവനോട് ദൈവം പറഞ്ഞു നീ കിടക്ക എടുത്ത് നടക്ക. मसीह कहा तू अपना खाट उठा और चल. അവൻ വേറൊന്നും ചിന്തിച്ചില്ല. और कुछ नहीं सोचा. അവൻ ചാടി എഴുന്നേറ്റു. वो जल्दी उठ गया. ചാടി എഴുന്നേറ്റപ്പോഴേ വിടുതൽ കിട്ടിയില്ലേ? वो जो जल्दी उठा तभी छुटकारा मिला क्या. ഇനി ഈ കിടക്ക എടുക്കേണ്ട ആവശ്യമുണ്ടോ? अभी वो खाट उठाने की आवश्यकता क्या ദൈവം എന്നെ है. പഠിപ്പിച്ച ഒരു കാര്യം ഞാൻ പറയാം. प्रभु मुझे एक बात सिखाया. തമ്പുരാൻ പറഞ്ഞ നീ ഇത് എടുത്തില്ലെങ്കിൽ प्रभु बोला तू नहीं उठाएगा तो നാളെ നിനക്ക് ഇവിടെ വന്ന് കിടക്കണം തോന്നും. तेरे को कल को यहाँ आके लेटने का എത്ര मन പേര് ഇന്ന് होगा. പകൽ കേൾക്കുന്നുണ്ട്? कितने लोग सुनते हैं. ചിലതിൽ വീണ്ടും നീ വന്ന് കിടക്കുന്നതിന്റെ കാരണം എന്നെ അറിയാവോ? आप कुछ में वापस आके लेटने का ചിലത് कारण നീ क्या എടുത്ത് है? മാറ്റാത്തത് കൊണ്ടാ. कुछ उठाकर हटाते ചില नहीं हैं. സ്വഭാവത്തിലേക്ക് വീണ്ടും നീ തിരിച്ചു വരുന്നെങ്കിൽ कुछ स्वभाव में आप फिर से ആ वापस पहुंचते हैं. സ്വഭാവം നിന്നിൽ നിന്ന് പോയില്ല. वो स्वभाव आपसे बाहर नहीं യേശു गया. പറയാ നിന്റെ കിടക്ക എടുത്ത് നടക്കണം. यीशु कहता है अपना खाट उठा और चल. ഇനി നീ ഇത് ഇവിടെ കടത്തരുത്. और इसे यहाँ मत ഇനി रखना. നീ ഇവിടെ ഇടരുത്. यहाँ मत डालना. നീ ഒന്ന് റിസ്ക് എടുക്കാൻ തയ്യാറാകണം. रिस्क उठाने
होने तैयार हो നീ ഒന്ന് जाए। തയ്യാറായാൽ വിടുതല. तू तैयार होने से छुटकारा ശരിക്കും है പറഞ്ഞാൽ ഇവൻ വേറൊന്നും നോക്കിയില്ല. और कुछ ये देखा नहीं। യേശുവിനെ ഇവൻ ശരിക്കും അറിയത്തുമില്ല. यीशु को ये जानता भी नहीं। ആരെങ്കിലും ഒന്ന് സഹായത്തിന് ഒരു മനുഷ്യൻ ഈ 38 വർഷമായിട്ട് ആ കുളക്കര ഇവന് വന്നിട്ടില്ല. 38 साल से इसके कोई भी मदद के लिए आया भी नहीं है। ഇവൻ എങ്ങനെ വിശ്വസിക്കും? ये कैसे विश्वास പക്ഷെ करेगा? നസ്രയന്റെ വാക്കിനകത്ത് ഇവൻ വിശ്വാസത്തോടെ ഏറ്റെടുത്തു. लेकिन नासरी के बातों को ये विश्वास से ले लिया। യേശുവിനെ എവിടെ പരിചയപ്പെടുത്തിയില്ല. यीशु को वहाँ परिचित नहीं कराया। ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാണെന്നോ ഞാൻ സൗഖ്യദാതാവാണെന്നോ ഒന്നും യേശുവിനെ പരിചയപ്പെടുത്തിയില്ല. मैं चंगा करने वाला हूँ, जीवन की रोटी हूँ, ऐसा कुछ प्रभु वहाँ परिचित नहीं कराया। യമൻ ചിലരുടെ വിടുതലിന്റെ തടസ്സം എന്നാണെന്നറിയാമോ? कुछ लोगों के छुटकारा का रुकावट ദൈവം क्या है? പറയുന്നത് അതുപോലെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തയ്യാറല്ല. प्रभु जो बोलते उसी प्रकार समझकर करने के लिए तैयार ചിലത് नहीं है। എടുക്കാൻ തയ്യാറല്ല. कुछ उठाने के लिए तैयार ചിലത് नहीं है। കളയാൻ തയ്യാറല്ല. कुछ छोड़ने के लिए तैयार नहीं ചിലത് है। പറയാതിരിക്കാൻ തയ്യാറല്ല. कुछ नहीं बोलने के लिए तैयार ചിലത് नहीं है। ചിന്തിക്കാതിരിക്കാൻ തയ്യാറല്ല. नहीं सोचने के लिए तैयार അതുകൊണ്ട് नहीं है। തന്നെയാ നിന്റെ ഞെരുക്കം മാറാത്തെ. इसलिए आपका सकेत ही हट रहा है। ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ചിലത് എടുത്തു കളയാൻ ദൈവം പറഞ്ഞാൽ എടുത്തു കളയാൻ തയ്യാറാകണം. प्रभु के इच्छा नहीं वाली बातें हटाने प्रभु कहा है तो करना है। വിശ്വസിക്കണം ദൈവമക്കളെ. आज सुबह आप विश्वास करें प्रिय लोगों। തമ്പുരാൻ പറയുന്ന അതുപോലെ അങ്ങ് ചെയ്തു നോക്കി. परमेश्वर जो कहता है उसी प्रकार करके देखे। യേശുവിനെ ആരെങ്കിലും ഉണ്ടായിരുന്നോ പരിചയപ്പെടുത്താൻ? यीशु को वहाँ परिचित कराने कोई था क्या? എനിക്ക് യേശുവിനെ അറിയത്തില്ലാണ്ടാ. ये यीशु के बारे में जानता नहीं था। ഇത് 5 അപ്പവും 5000 പേരെ പോഷിപ്പിച്ചവനാ. 5 रोटी से 5000 लोगों को खिलाया। അനേക രോഗികളെ സൗഖ്യമാക്കിയവനാ. अनेक रोगियों को चंगा कराया। അനേകരെ വിടുവിച്ചവനാ. अनेक लोगों को छुड़ाया। പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയവനാ. पानी को दाखरस बनाया। ഇതൊന്നും പരിചയപ്പെടുത്താൻ ആരുമില്ല. ऐसा कोई भी वहाँ परिचित नहीं 38 कराया। വർഷം കുളക്കര കിടന്നവന് കിട്ടിയ ഒരു ആശ്വാസത്തിന്റെ വാക്കാ. 38 साल वो कुंड के पास था, उसे मिला वो शब्द, उसे शांति का शब्द था। അവൻ അതിനെ അങ്ങ് ഏറ്റെടുത്തു. उसे वो स्वीकार कर लिया। ഇവൻ ചാടി എഴുന്നേറ്റു. वो कूद कर उतर गया। ഇവന്റെ കിടക്കയെടുത്തു. अपना खाट ഇവൻ उठाया। നടക്കാൻ തുടങ്ങി. वो चलने लगा। ഈ ഉപവാസ പ്രാർത്ഥനയെ ഞെരുക്കം മാറണോ? ये उपास के प्रार्थना में सकेती ദൈവം हटना है നമ്മളോട് क्या? പറഞ്ഞതുപോലെ തന്നെ അനുസരിക്കാൻ തയ്യാറായേ മതിയാവൂ. प्रभु हमसे जो बोला है उस प्रकार मानने तैयार हो जाए। ഇവർ ഒന്നിച്ചൊരേ സ്വരത്തോടെ പറയുക, ഞങ്ങൾക്ക് യോർദാന്റെ വൻകാട്ടിൽ പോയി മരം വെട്ടണം. ये लोग एक ही साथ बोलते हैं हम यर्दन के पार जाकर लकड़ी അയ്യോ, लेंगे। യോർദാന്റെ വൻകാടിനെ കുറിച്ച് നിനക്ക് അറിയത്തില്ലാഞ്ഞിട്ടാ ശിഷ്യന്മാരെ. यर्दन के जंगल के बारे में आप जानते नहीं है चेले लोग। ദൈവ തമ്പുരാന്റെ കരം എനിക്ക് വേണ്ടി ചലിക്കാൻ തുടങ്ങും. प्रभु का हाथ मेरे लिए कार्य करेगा। ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. प्रभु का कार्य प्रकट होगा। ഹല്ലേലൂയ. അവർ ഒന്നിച്ചവർ എന്ത് ചെയ്യുന്നറിയാമോ? തീരുമാനിച്ചു. वो एक साथ निर्णय लिए। മൊത്തം പ്രശ്നങ്ങളുണ്ട് അവിടെയൊക്കെ. बहुत सारी परेशानी उधर है। പ്രയാസങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ സാധ്യതയുണ്ട്. बहुत सारी तकलीफ होने का चांस പക്ഷെ है। അതൊന്നും അവരെ വകവെച്ചില്ല. അവര് വകവെച്ചില്ല. वो सब वो लोग ध्यान नहीं दिए। യോർദാന്റെ വെള്ളം തന്നെ പ്രശ്നമാ. यर्दन का पानी ही बहुत കാര്യം तकलीफ ഇത് है। കൊയ്ത്തുകാലത്ത് കരകവിഞ്ഞൊഴുകുന്നതാ. जो कटनी के समय वो भर के बाहर യോർദാന് होता है। കൊടുത്തിരിക്കുന്ന മറ്റൊരു പേര് മരണ യോർദാൻ योर्दान के बारे में एक और नाम दिया है मृत्यु का यर्दन। എന്ന് പറഞ്ഞാൽ യാതൊരു ദയയില്ലാത്ത, कुछ भी दया नहीं वाले, യാതൊരു ദയയില്ലാത്ത മരണഭീതി മുഴക്കുന്ന ഒരു യോർദാൻ. कुछ भी दया नहीं है, मृत्यु का डर फैलाता है यर्दन। വിവിധ പ്രതികൂലങ്ങൾ സൃഷ്ടിക്കുന്ന बहुत सारी समस्याएं सृष्टि ഇതുപോലെ करता है। ചില കുടുംബങ്ങളും യോർദാന്റെ അനുഭവങ്ങളാ. इसी प्रकार कुछ परिवारों में भी यर्दन का अनुभव ഒരു है। ഭാഗത്ത് കാടിന്റെ അകത്ത് വന്യമൃഗങ്ങളുടെ വേട്ടയാടുന്ന അനുഭവങ്ങൾ. एक भाग में जंगल का अनुभव में वन्य जीवी वहाँ पे है। ഇനി യോർദാനിൽ ഒഴുകുന്ന വെള്ളം യാതൊരു ദയവില്ലാതെ ഒഴുകുന്നവർ. यर्दन से बहने वाला पानी बिना दया के बहने वाला പക്ഷേ है। ഇന്ന് പകൽ ഞാൻ ദൈവ മക്കളോട് പറയാം, मैं आज आप लोगों से ആ कहता हूँ യോർദാന്റെ വൻകാട് തന്നെ ഇവർ തെരഞ്ഞെടുത്തു. वो यर्दन का बड़ा बड़ा जंगल वो चुन लिए। ദൈവത്തിന്റെ ഭക്തനെ കൂട്ടുപിടിച്ചു. परमेश्वर के भक्त को साथ ले गए। എനിക്കത് നേടിയെടുക്കണം. वो हमें पाना है। യോർദാനോളം നമുക്ക് പോകണം. यर्दन तक हम जाएंगे। യോർദാന്റെ വൻകാട്ടിൽ മരം വെട്ടണം. यर्दन के जंगल से लकड़ी काटना है। പ്രവാചക ശിഷ്യന്മാർ പ്രവാചകനോട് പറയുക, നീയും വരണം. भविष्यता के दास लोग भविष्यता से बोलते हैं तू भी हमारे संग चल। ജീവൻ വെടിയേണ്ടി വന്നാലും, आन भी जाना पड़े, കഷ്ടതയ്ക്കകത്ത് മുങ്ങി താഴേണ്ടി വന്നാലും, कष्ट में हमें डूबना पड़े तो भी പ്രവാചകനെ നീ ഞങ്ങളുടെ കൂടെ വരണം. भविष्यता तू भी हमारे साथ ഈ है। പ്രതിസന്ധി ഞങ്ങൾക്ക് തരണം ചെയ്യാൻ പറ്റും. ये समस्या को हम जय पा सकते हैं। ജയമെടുക്കാൻ നീ ഉണ്ടെങ്കിൽ പറ്റും. जय पा सकते तू हमारे साथ रहने സത്യത്തിൽ से। പ്രവാചകനും കൂടെ ചെന്നു. ये भविष्यता भी साथ गया। ലക്ഷ്യബോധം നിനക്കുണ്ടെങ്കിൽ एक लक्ष्य आपको है तो കഷ്ടത നീ
ഭാരമായി കാണത്തില്ല. कष्ट आने से भी आप उसको जो तकलीफ नहीं കഷ്ടതയെ समझेंगे, നീ ചവിട്ടി മുന്നോട്ട് പോകും. वो कष्ट को आप दबा के आगे बढ़ेंगे, പ്രതിസന്ധിയെ ചവിട്ടി നീ മുന്നോട്ട് പോകും. वो समस्या को आप दबा के आगे എന്റെ बढ़ेंगे, ശരീരത്തിന്റെ രോഗങ്ങളെ വകവയ്ക്കാതെ നീ ആത്മാവിൽ മുൻപോട്ട് പോകും. आपके शरीर के रोग को आप ध्यान दिए बिना आत्मा में आगे बढ़ेंगे. ആരും എന്നെ വിടുവിക്കുന്ന എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ടെന്ന് വലിയൊരു ഉറപ്പ് അകത്ത് ലഭിച്ച് മുൻപോട്ട് പോകും. मुझे छुड़ाने वाला एक परमेश्वर मेरे साथ है करके एक दृढ़ता पाकर आगे जाएंगे. ഈ ശിഷ്യന്മാർ അങ്ങനെ തന്നെ മുന്നോട്ട് പോയവർ. ये चेले भी इसी प्रकार आगे, മരം വെട്ടിക്കൊണ്ടിരിക്കുന്നു. ये भक्त लोग आगे बढ़े और लकड़ी काट रहे हैं. പെട്ടെന്നൊരുത്തന്റെ കോടാലി ഊരി വെള്ളത്തിൽ പോയി. एक जन का कुल्हाड़ी खुलकर पानी में गिर गया. പോയിക്കോണം, ഞെരുക്കം മാറാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളാ. उनका सकेती हटने के लिए वो कार्य किए. ഞെരുക്കം മാറാൻ വേണ്ടി ഒരുത്തൻ കോടാലി വായ്പയും കൂടെ മേടിച്ചോണ്ട് പോയി. उसका सकेती से बचने के लिए कुल्हाड़ी उधार लेकर गए. അവൻ വിളിച്ചു പറഞ്ഞു, അയ്യോ കഷ്ടം, യജമാനനെ അത് വായ്പ വാങ്ങിയതായിരുന്നു. वो स्वामी कुल्हाड़ी में उधार, ഇവൻ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഈ ഒരു നല്ല അനുഭവത്തെ ഇവന്റെ മനസ്സ് വേദനിപ്പിച്ചു കളഞ്ഞു. वो कार्य करता था, वो अच्छा अनुभव में उसका मन अभी दुखित हो गया. അവന്റെ ആ പ്രവർത്തനത്തിൽ നിന്ന് അവൻ പുറകോട്ട് പോകാനുള്ള ഒരു ക്രമീകരണം പിശാചു വരുത്തുക. उसका वो कार्य करने से वो पीछे हटने के लिए कार्य शैतान वहाँ करता है. ഇതുപോലെ ദൈവമക്കളെ പലപ്പോഴും നമ്മളെയും इसी प्रकार कई बार हम में भी നമ്മുടെ होता है. ഞെരുക്കം മാറേണ്ടതിന് നമ്മൾ 1, 2, 3, 4 സ്റ്റെപ്പ് മുൻപോട്ട് വയ്ക്കും. हमारे सकीते से बाहर आने हम 1, 2, 3, 4 कदम आगे रखते हैं. ഏതെങ്കിലും ഒക്കെ സാഹചര്യങ്ങൾ നിന്റെ മനസ്സിനെ വേട്ടയാടി നിന്നെ പുറകോട്ട് കൊണ്ടുപോകും. लेकिन कुछ कुछ बातें आपके मन को हमला करके आपको पीछे ले जाता है. ഞാൻ പറയാം, പലരും അതുകൊണ്ട് പുറകോട്ട് പോവുകയാ. इसलिए कई लोग पीछे हट ഇനി ഞാൻ കുറെ മുൻപോട്ട് പോകാനുണ്ട് എന്ന് മനസ്സിലാക്കിയവന് മാത്രമേ ആ കോടാലി തിരിച്ചു പിടിക്കാൻ പറ്റൂ. लेकिन मुझे और अधिक आगे जाना है ऐसा समझे वाले वो कुल्हाड़ी वापस पा सकते हैं. ആ മനുഷ്യന്റെ കോടാലി നഷ്ടപ്പെട്ടു പോയി. उस मनुष्य का कुल्हाड़ी नष्ट हो गया. ചുരുക്കി പറഞ്ഞാൽ ആ ഞെരുക്കത്തിന് നടുവിൽ उस सकेती के बीच में വെട്ടിക്കൊണ്ടിരുന്ന കോടാലിയും കൂടെ പോയപ്പം काटता था वो कुल्हाड़ी गिर गया, तब എല്ലാവർക്കും സങ്കടമായി. सभी लोग खेदित हो गए. ഇവൻ അതിനേക്കാളേറെ സങ്കടം. ये और अधिक खेदित हो गया കാരണം ഇത് ഞാൻ എങ്ങനെ മേടിച്ചതാ? വായ്പ മേടിച്ചതാ. क्योंकि ये उधार लेकर गया था. അവന്റെ കയ്യിലുള്ള ആയുധത്തെ കുറിച്ച് അവന് വലിയ ബോധ്യമുണ്ടായിരുന്നു. उसके हाथ में जो हथियार है उसके बारे में उसे अच्छा जानकारी था. ഇന്ന് പകൽ ഞാൻ ദൈവമക്കളോട് പറയാം, നമുക്കുള്ളതിനെ കുറിച്ച് നമുക്കൊരു ബോധ്യം വേണം. हम में क्या है उसे हम समझना है. ഒരു പ്രാർത്ഥനയുണ്ട്, मुझ में एक प्रार्थना है, എനിക്കൊരു വിശ്വാസമുണ്ട്, मुझ में एक विश्वास है, എനിക്കൊരു ആരാധനയുണ്ട്, मुझ में एक आराधना എനിക്കൊരു है, ശുശ്രൂഷയുണ്ട്, मुझ में एक सेवकाई എന്റെ है, മേൽ ചില ഇന്നിന്ന കൃപകൾ എനിക്കുണ്ട്. मुझ में ये एक वरदान है. ബോധ്യം ഉണ്ടെങ്കിൽ उसका आपको बोध है ഏതാ तो നഷ്ടപ്പെട്ടത് തിരിഞ്ഞു പിടിക്കാൻ പറ്റും. क्या हमसे नष्ट हुआ वो हम वापस पा सकते हैं. പലർക്കും ബോധ്യമില്ല ഇതിന്റെ അകത്ത്. कई लोगों को इसका बोध नहीं होता യമൻ है. അതുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ടാലും വലിയ വിലയൊന്നും കൊടുക്കുന്നില്ല. इसीलिए नष्ट हुआ तो भी वो कीमत नहीं നിങ്ങൾ चुकाते തന്നെ हैं. ചിന്തിച്ചു നോക്ക്. आप सोच कर പ്രാർത്ഥിച്ചു देखिए, വിടുതൽ ലഭിക്കപ്പെട്ട ദൈവമക്കൾ प्रार्थना करके छुटकारा पाए प्रभु के लोग പ്രാർത്ഥന കുറഞ്ഞിട്ടും അവർ തിരിച്ചറിയുന്നില്ല പലതും. प्रार्थना कम होने के बाद भी वो बहुत कुछ समझते വിശ്വാസം नहीं है. കുറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല. विश्वास कम हो गया वो अभी समझते नहीं കാര്യം है. ബോധ്യമില്ല ഇതിന്റെ അകത്ത്. क्योंकि उनको उसका बोध नहीं है. ഞെരുക്കങ്ങൾ വരുന്ന തലങ്ങളെ മനസ്സിലാക്കണം ദൈവമക്കൾ. सकेती आने वाला उस क्षेत्र को समझना है. അവന് प्रिय ലഭിച്ച लोगों. ആയുധത്തെ പറ്റി അവന് വലിയ ബോധ്യമുണ്ടായിരുന്നു. उसको जो हथियार मिला था उसके बारे में उसको अच्छा बोध था. ഒന്നാമത്തെ കാര്യം അതാ, पहला बात वो है, അവൻ ആ ബോധ്യമുണ്ടായിരുന്നു. उसको उसके बारे में ज्ञान രണ്ട്, था. യജമാനൻ ചോദിക്കുന്ന ഒരു ചോദ്യം, उसका स्वामी पूछने वाला एक അത് प्रश्न, എവിടെയാണ് വീണത്? वो कहाँ पर गिरा, വീണതും അവൻ നന്നായിട്ട് ഗ്രഹിച്ചിരുന്നു. वो कहाँ पे गिरा वो अच्छी तरह वो समझा था. ഇവിടെ രണ്ട് കാര്യം കർത്താവിനെ പഠിപ്പിച്ചു. यहाँ पे दो बात प्रभु मुझे ഒന്ന്, सिखाया. കുള്ളതിനെ കുറിച്ചൊരു ബോധ്യം നിനക്ക് വേണം. आप में जो है उसके बारे में एक बोध होना है. രണ്ട്, നഷ്ടപ്പെട്ടത് എവിടെന്ന് ഗ്രഹിക്കാൻ കഴിയണം. नष्ट कहाँ पे हुआ है उसके बारे में ज्ञान होना ഇത് है. രണ്ടും നമുക്കില്ലെങ്കിൽ നമുക്കൊന്നും തിരിച്ചു പിടിക്കാൻ പറ്റുകയില്ല. ये दो बातें हम में नहीं है तो हम कुछ पा नहीं सकते, ഒന്നും നമുക്ക് പ്രാപിക്കാൻ പറ്റുകയില്ല. कुछ भी हम नहीं पा सकते, ഒരു വിടുതൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുകയില്ല. कोई भी छुटकारा अनुभव नहीं कर കാര്യം നമുക്കൊരു पाएंगे. ബോധ്യമില്ല. क्योंकि हमें बोध नहीं है. എനിക്കുണ്ടായിരുന്നോ ഇല്ലായിരുന്നോ? मुझ में वो था या नहीं था, ദൈവം പരമേൽപ്പിച്ചതല്ലേ? प्रभु सौंपा था. ദൈവം പരമേൽപ്പിച്ച വിലപ്പെട്ട അനുഭവങ്ങളാ ദൈവം പരമേൽപ്പിച്ചിരിക്കുന്നത്. प्रभु सौंपा था, कीमती अनुभव अभी नष्ट हो गया. ദൈവം വെറുതെ ആരെയും എന്ത് ചെയ്യത്തില്ല,
വിളിച്ചിട്ടുമില്ല. प्रभु बेकार में किसी को बुलाए नहीं. ഞാൻ എൻ്റെ ദൈവമക്കളോട് ആത്മാർത്ഥതയോടെ ഞാൻ പറയുന്നു, मैं हृदय की सच्चाई से ഈ कहता हूँ, ഉപവാസ പ്രാർത്ഥന നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ കാര്യങ്ങളെ ये उपवास के प्रार्थना में हमें समझने की सबसे बड़ी बात, പ്രാർത്ഥിച്ച ഇന്നലകളിൽ നന്നായി പ്രാർത്ഥിച്ചവർ ഇന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കിയേ. कल अच्छी तरह प्रार्थना करे वाले आज प्रार्थना करते हैं क्या देखे. ഇന്നലകളിൽ നന്നായി ശുശ്രൂഷിച്ചവർ ഇന്ന് ശുശ്രൂഷിക്കാൻ പറ്റുന്നുണ്ടോ? कल अच्छी तरह सेवकाई किए वाले लोग आज सेवकाई करते हैं क्या देखे. എന്തുകൊണ്ടാണ് കണ്ടുപിടിക്കാൻ പറ്റുമോ? क्यों है करके जांच पाए क्या. കണ്ടുപിടിച്ചാൽ നമുക്ക് തിരിച്ചു പിടിക്കാം. वो जांचने से हम वापस पा सकते हैं. കണ്ടുപിടിച്ചാൽ ഇത് എവിടാന്ന് അറിഞ്ഞാലേ പറ്റതല്ലോ. वो कहाँ पे गिरा है जानने से वापस पा सकते हैं. എവിടാന്ന് അറിഞ്ഞാലേ നമുക്കിത് തിരിച്ചെടുക്കാൻ പറ്റൂ. कहाँ पे है करके हम मालूम होने से वो पा सकते हैं. ആരാധന നഷ്ടപ്പെടുന്നവരുണ്ട്, आराधना नष्ट होने वाले लोग സന്തോഷം हैं. കെട്ടുപോകുന്നവരുണ്ട്, आनंद नष्ट होने वाले लोग हैं. ദൈവകൃപ അനുഭവിച്ചവരുണ്ട്. प्रभु का अनुग्रह का अनुभव करे वाले പക്ഷേ लोग ഇന്നത് അനുഭവിക്കാൻ പറ്റുന്നില്ല. आज वो अनुभव नहीं कर पाते. ദൈവമക്കളെ തിരിച്ച് മനസ്സിലാക്കണം. അത് परमेश्वर के लोगों को समझना है. കാരണം ദൈവത്തിന്റെ ചോദ്യമുണ്ട്, परमेश्वर प्रश्न पूछता है, നിനക്ക് എവിടാ ഈ ഒരു വിഷയത്തിൽ നീ വീണുപോയത്? तू इस विषय में गिरा क्या. എവിടെയാ നിനക്കിത് ഉപയോഗിക്കാൻ പറ്റാതെ വരുന്നത്? कहाँ पे तू इसे इस्तेमाल नहीं करता എവിടാ നീ है. പരാജയപ്പെട്ടു പോയെ? किधर में तू पराजित हुआ. ഇത് നാട്ടുകാരല്ല പറയേണ്ടത്, ये गांव वाले नहीं ഇത് बोलना है. പ്രവാചകനും അല്ല പറയേണ്ടത്. आवश्यकता नहीं बोलना है. നഷ്ടപ്പെടുത്തിയത് ആരുടെ കയ്യിൽ നിന്നോ അവൻ അത് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം അവനുള്ളതാ. किसके हाथ से नष्ट हुआ है वो जांचने का उत्तरदायित्व भी उसी का है. നമുക്കറിയാം हम जानते हैं. അല്ലേ? നമുക്ക് ആ ബോധ്യമുണ്ട്, എനിക്ക് കൃപ തന്നിട്ടുണ്ടായിരുന്നു, हमें वो बोध है प्रभु हमें वरदान दिया എനിക്ക് था. ഇങ്ങനെയുള്ള കൃപകൾ ഉണ്ടായിരുന്നു. ऐसा ऐसा वरदान मुझ में था. പക്ഷെ എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ വയ്യ, लेकिन अभी मैं वो कुछ भी नहीं कर पाता. എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല. वो मुझसे करने होता नहीं. ചെയ്യാൻ പറ്റാത്തത് എന്താണ്? क्यों नहीं कर पाते. അതെവിടോ കൈമോശം വന്നില്ലേ? वो कहीं तो नष्ट हुआ है. അതെവിടോ വീണുപോയി. वो कहीं तो गिर गए. ആ വീണുപോയത് എവിടാണെന്ന് കണ്ടുപിടിക്കുക. वो कहाँ पे गिरा है जांचना है. എന്നാലേ ചില ഞെരുക്കങ്ങൾ മാറത്തുള്ളൂ. तभी कुछ सकेती हटेगा. ദൈവമേ ഞെരുക്കം മാറ്റണമേ എന്ന് പറയുമ്പോൾ प्रभु ये दबाव से हमें बाहर लाना. ദൈവം വിശ്വസ്തന, ദൈവത്തിന് പവർ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. प्रभु से बोलेंगे प्रभु सच्चा है उसको सामर्थ्य नहीं है करके नहीं. എലീശയ്ക്കും പവറുണ്ട്, एलिशा को भी सामर्थ्य കാര്യം है. ദൈവം കൊടുത്ത അധികാരം അവനുണ്ട്. प्रभु दिया अधिकार उसमें അവൻ है. ഈ ചോദ്യം ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. उसे ये प्रश्न पूछने की आवश्यकता. പോയ കോടാലി തിരിച്ചു വരട്ടെ എന്ന് പറഞ്ഞാൽ തിരിച്ചു വരും. वो गिरा वाला कुलाड़ी वापस आ जाए बोले तो वापस आएगा. പക്ഷെ അതിനു മുമ്പ് ഞെരുക്കത്തെ പരിഹരിക്കാൻ ചില ബോധ്യം ദൈവമക്കളുടെ അകത്ത് വേണം. उसके पहले सकेती को जो परिहार करने के लिए कुछ बोध हमारे ഈ अंदर ഉപവാസ होना है. പ്രാർത്ഥനയ്ക്കകത്തുനിന്ന് ചിലത് ദൈവമക്കൾ പ്രാപിച്ച് തിരിച്ചെടുക്കണം. ये उपवास के प्रार्थना के अंदर से कुछ पाकर आप बाहर आना ചില है. ദൈവ പ്രവൃത്തിക്ക് വേണ്ടി ദൈവമക്കൾ തയ്യാറാകണം. प्रभु के कार्य के लिए आप लोग तैयार होना എങ്കിൽ है. മാത്രമേ ഞെരുക്കം മാറത്തുള്ളൂ. तभी आपके सकेती हटेगा. ആരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? किसी को भी दोष देके कुछ होगा എടാ, क्या. എന്നെ ഏൽപ്പിച്ചത് എനിക്ക് എത്രമാത്രം വിശ്വസ്ത പാലിക്കാൻ പറ്റിയിട്ടുണ്ട്. मुझे जो सौंपा था उसमें मैं कितना सच्चा था. ദൈവം എന്നെ ഏൽപ്പിച്ചപ്പം प्रभु मुझे सौंपा. ഇവൻ ഇത് വിശ്വസ്തയോടെ കൊണ്ടു നടക്കുമെന്ന് വിചാരിച്ചാ ദൈവം ഏൽപ്പിച്ചത് പലതും. ये सच्चाई से ये लेकर चलेगा करके प्रभु को कुछ सौंपा था. പക്ഷേ നമ്മളത് കൈമോശം വരുത്തി. लेकिन हमारे द्वारा ही वो नष्ट हुआ പ്രാർത്ഥിക്കേണ്ട है. സമയം നമ്മൾ പ്രാർത്ഥിച്ചില്ല. प्रार्थना करने के समय प्रार्थना नहीं करे. ദൈവം പറഞ്ഞ നിലവാരത്തിൽ ദൈവസന്നിധി ഇരിക്കേണ്ട സമയം ഇരുന്നില്ല. प्रभु बोले जैसा प्रभु के सन्निधि में बैठे नहीं. അതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി പരാജിതരാ. इसलिए हम लोग बहुत ही पराजित പക്ഷേ ഞാൻ हैं. പറയാം, ഇന്ന് പകൽ ഈ 7ാമത്തെ ദിവസം ദൈവമക്കളെ തിരിച്ചെടുക്കണം. ये 7वें दिन में परमेश्वर के लोग वापस पाना है. ഈ 7ാമത്തെ ദിവസം നീ തിരിച്ച് പ്രാപിക്കുന്ന ये ദിനമാകണം. 7वें दिन आप वापस पाने का दिन होना എന്റെ है. വീടിനകത്ത് എന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം ഞാൻ തിരിച്ചെടുക്കും. आपके परिवार में जो भी नष्ट हो सब पाना है. എന്റെ ആത്മിക നിലവാരം കുറഞ്ഞു പോയി ഞാൻ തിരിച്ചെടുക്കുമത്. मेरा आत्मिक स्तर कम हो गया उसे मैं पाना है. എന്റെ പ്രാർത്ഥനകൾ കുറഞ്ഞു പോയി തിരിച്ചെടുക്കും. मेरा प्रार्थना कम हो गया उसे मैं पाएंगे. എന്റെ വീടിന്റെ ഐക്യത കുറഞ്ഞു പോയി ഞാൻ തിരിച്ചെടുക്കും. मेरे परिवार का एकता खत्म हो എങ്കിൽ गया മാത്രമേ पाएंगे എന്റെ वापस. കുടുംബത്തിന്റെ ഞെരുക്കം മാറത്തുള്ളൂ. तभी हमारा सकेती हटेगा. ഇല്ലെങ്കിൽ ഞാൻ എന്നും ഈ ഞെരുക്കം അനുഭവിക്കേണ്ടി വരും. नहीं हो तो हर समय सकेती में എന്നും रहेंगे. ഞാൻ നൊമ്പരപ്പെടേണ്ടി വരും. हर समय हम तकलीफ में എല്ലാവരുടെ रहेंगे. മുൻപിൽ ഞങ്ങൾ ഒരു പരിഹാസ വിഷയമാകുക. सबके सामने निंदा का എന്റെ अनुभव കുഞ്ഞുങ്ങൾ होगा. പരിഹാസ വിഷയമാകുന്നു. हमारे बच्चे निंदित होंगे. എന്റെ ശുശ്രൂഷ പരിഹാസ വിഷയമാകുന്നു. हमारे सेवकाई निंदा എന്റെ होगा. കുടുംബം പരിഹാസ मेरे വിഷയമാകുന്നു. परिवार में निंदा का ഇനി बात ഞാൻ അത് होगा. അനുവദിക്കുകയില്ല. और ऐसा अनुमति नहीं ഞാൻ എന്റെ देना. ദൈവത്തിന്റെ അടുക്കൽ ചെന്ന് പറയും. मैं प्रभु से जाकर എന്റെ कहूंगा. ദൈവത്തിന്റെ അടുക്കലേക്ക് ഞാൻ ചെല്ലും. मेरे प्रभु के पास मैं ഞാൻ എന്റെ जाऊंगा. ദൈവത്തോട് ഞാൻ പറയും. मैं अपने प्रभु से വീഴ്ച कहूंगा. സംഭവിച്ചത് എവിടെന്ന് മനസ്സിലാക്കി ദൈവമക്കൾ തിരിച്ചു പിടിക്കണം. गिरावट कहाँ पर हुआ है करके समझ कर उसे वापस पाना है. നമുക്കറിയാം
എവിടാ വീണെന്ന് हम जानते हैं कहाँ पर गिरे हैं। കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കാ. उसे जांच कर जानना हमारा जिम्मेदारी है। വിലപ്പെട്ടതാ ദൈവം നമുക്ക് തന്നെ. कीमती हमें दिया था प्रभु। ആണോ? ദൈവം വിലപ്പെട്ടതാ തന്നെ. प्रभु हमें कीमती बात दिया था। എല്ലാവർക്കും കിട്ടിയ വെളിപ്പാടല്ല നിനക്ക് തന്നത്. सबको दिया हुआ प्रकाशन आपको नहीं എല്ലാവർക്കും ഉള്ള കാഴ്ചപ്പാടല്ല നിന്റെ മേൽ വെളിപ്പെട്ടത്. दिया। सबको दिया हुआ दृष्टिकोण नहीं था। എല്ലാവരെയും വിളിച്ചതുപോലല്ല നിന്നെ വിളിച്ചത്. सबको बुलाए जैसे आपको नहीं എല്ലാവർക്കും ഉള്ള പ്രാർത്ഥനയല്ല നിനക്കുള്ളത്. सबके प्रार्थना के समान नहीं था। എല്ലാവർക്കും ഉള്ള വിശ്വാസമല്ല നിനക്കുള്ളത്. सबके विश्वास के समान नहीं നിന്റെ था। വിശ്വാസം അതിനെ നടത്തിക്കൊണ്ടിരുന്നത്. आपका विश्वास आपको चलाता പക്ഷേ था। ഇന്നത് സാധിക്കുന്നില്ല. लेकिन आज हो नहीं पा रहा ഇന്ന് है। നഷ്ടപ്പെട്ടു പോയി. आज नष्ट हो गया। നഷ്ടപ്പെട്ടു പോയി. नष्ट हो गया। വിലപ്പെട്ടതാ നഷ്ടപ്പെട്ടെ. कीमती नष्ट हो गया। അത് ചുമ്മാ ഇട്ടേച്ച് പോകാൻ പറ്റിയല്ല. वो बेकार छोड़कर नहीं जा അത് പോട്ടെ पाएंगे। വേറെ പിടിക്കാം എന്ന് പറ്റുകയില്ല. वो जाने दो दूसरा पकड़े ऐसा അത് मत പോട്ടെ बोले। വേറെ നമുക്ക് മേടിക്കാം. वो जाने दे दूसरा വേറെ ഇരുന്ന് പ്രാപിക്കാം. दूसरा हम प्राप्त ഇത് करेंगे। നടക്കത്തില്ല ദൈവമക്കളെ. ये नहीं होगा प्रिय लोगों। ഹല്ലേലൂയ. യേശു കർത്താവ് ഉപമയിലൂടെ തെളിയിച്ചു. इसलिए यीशु मसीह सामर्थ्य से दृष्टांतों से साबित करता है। മർക്കോസിന്റെ സുവിശേഷം 15 അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യത്തിൽ लूका 15 का 8 से लेके 10 तक का യേശു കർത്താവ് പറയുന്ന ഒരു സംഭവം അവിടെ കാണുന്നുണ്ട്. यीशु मसीह बोलने वाला एक संभव वहाँ पे അവൻ ഒരു സ്ത്രീയുടെ ജീവിതത്തിനകത്ത് സംഭവിച്ച അനുഭവം. एक स्त्री के जीवन में हुआ वाला एक संभव। അവന് ദ്രഹ്മ ഉണ്ടായിരുന്നു. 10 सिक्का था। അതിൽ ഒരെണ്ണം കാണാതെ പോയി. उसमें एक खो गया। അവക്കറിയാം അത് എവിടെ പോയി. വീടിനകത്താ പോയിരിക്കുന്നത്. वो घर के अंदर खो गया। എവിടെ പോയത് അവക്കറിയാം. ബോധ്യം ഉണ്ടായി. उसे ज्ञान है कहाँ पे गया है। ബോധ്യമുണ്ടായി. 10 എനിക്ക് ഉണ്ടായിരുന്നു. 10 सिक्का मेरे पास था। പക്ഷെ ഇപ്പൊ 9 ഉള്ളൂ. अभी 9 है। ഒന്ന് പോയി. एक खो गया। അത് പോയത് എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ വീടിനകത്താ. वो खोया मेरे घर के अंदर है। मैं जानती हूँ। എന്റെ വീടിനകത്തല്ല ഇരിക്കട്ടെ. അതവിടെ मेरे घर में तो रहने दे। എപ്പോഴേലും എടുക്കാന്ന് വിചാരിച്ചോ? कभी ले लेंगे ऐसा सोचा क्या? ഹലോ, നിങ്ങൾ ശരിക്കും വായിച്ചോ ആ ഭാഗം? आप लोग अच्छी तरह पढ़े क्या? വായിച്ചിട്ടില്ലേ? ഒന്ന് ശരിക്കും ഒന്ന് വായിച്ചു നോക്കണം. नहीं पढ़े तो पढ़ कर അത് देखिए। കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിച്ചില്ല. थोड़े दिन के बाद ले लेंगे അല്ലോ, ऐसा 2 नहीं മണിക്കൂർ सोचा। കണ്ടിട്ട് പിന്നെ എടുക്കാം. 2 घंटा बाद ले लेंगे नहीं നോ, सोचा। അതല്ല അവൾ ആഗ്രഹിച്ചത്. वो नहीं चाहिए। അവൾ അന്നേരം എന്നാ ചെയ്തെന്നറിയാമോ? ഒരു വിളക്ക് കത്തിച്ചു. उसी समय एक दिया जलाई। ഇന്ന് പകൽ ഞാൻ ദൈവമക്കളോട് പറയാം. आज मैं आप लोगों से എന്തിനാ कहता വിളക്ക് हूँ, കത്തിച്ചത്? क्यों दिया जलाई? അവൾക്കടെ കണ്ണെത്താത്ത പല ഇരുട്ടുകൾ അതിനകത്തുണ്ട്. उसके आंख नहीं पहुंचने वाला कुछ ദൈവം अंधकार തന്ന में था। ഒരു വെളിപ്പാട് ഞാൻ ദൈവമക്കളോട് പറയാം. प्रभु दिया हुआ प्रकाशन में നീ कहता हूं, അറിയാത്ത ചില ഇരുട്ടുകൾ നിന്റെ വീടിനെ മൂടിയിരിപ്പുണ്ട്. आप नहीं जानने वाला कुछ अंधकार आपके परिवार को നിന്റെ ढका हुआ है। കണ്ണെത്താത്തടുത്ത് ചിലത് അവൻ മറുപടി കിടപ്പുണ്ട്. പക്ഷേ അത് നിന്റെ മുൻപിൽ ഇരുട്ടാ. आपकी आंख नहीं पहुंचने वाला जगह में कुछ उत्तर पड़ा है, लेकिन आपके सामने अंधकार है। ഓ, ആ ഇരുട്ടല്ല, അതിനെ കാണത്തില്ല. वो अंधेरा है, कैसे देखेंगे? അയ്യോ, നിസ്സാരമായിട്ട് കാണല്ലേ. उसे आप छोटा मत सोचिए। അവൾ വീട് നിറച്ച് എന്ത് പ്രകാശിപ്പിച്ചു? വെളിച്ചത്തെ वो പ്രകാശിപ്പിച്ചു. घर के अंदर पूरा रोशनी बनाया। ആദ്യം അവൾ എന്ത് ചെയ്യുന്നറിയാമോ? पहले क्या करे? ആ വീട്ടിലെ ഇരുട്ടിനെ ഓടിച്ചു. पहले वो घर का अंधेरा को हटाई। വീടിനകത്തെ അന്ധകാരത്തെ പൊളിക്കണം. घर के अंदर का अंधकार को तोड़ना है। ചിലത് തിരിച്ചു പിടിക്കണമെങ്കിൽ അന്ധകാരം പൊട്ടണം. कुछ हमें वापस पाना है तो अंधकार टूटना है। അന്ധകാരം തകരണമെങ്കിൽ പ്രകാശം വരണം. अंधकार टूटना है तो प्रकाश आना है। ക്രിസ്തുവിന്റെ പ്രകാശം നിന്റെ വീടിനകത്ത് വെളിപ്പെടണം. मसीह का प्रकाश आपके घर में। വിളക്ക് കത്തിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി, दिया जलाए तो समझ गई, എന്റെ വീട് ഒത്തിരി വേസ്റ്റുകളുണ്ട്. बहुत सारा वेस्ट पड़ा हुआ है। അയ്യോ, ഈ വീട്ടിൽ കിടന്ന വേസ്റ്റ് നേരത്തെ ഉള്ളതാ. ये घर का वेस्ट पहले से ही पड़ा। എപ്പോഴാ കണ്ടത്? कब वो देख पाई? വിളക്ക് കത്തിച്ചപ്പം. दिया जलने के बाद അന്ധകാരം മാറിയപ്പം, अंधकार हट गया। ഇരുട്ട് വീട്ടിൽ നിന്ന് ഓടിയപ്പം अंधेरा घर से വീടിന്റെ യഥാർത്ഥ പിക്ചർ അവൾ കണ്ടു. घर का अच्छा पिक्चर वो देख पाई। പലരും വീടിന്റെ യഥാർത്ഥ പിക്ചർ ഇന്ന് വരെ കണ്ടിട്ടില്ല. कई लोग घर का अच्छा पिक्चर अभी तक नहीं ആ देखे। വീടിന്റെ അകത്തെ ശൂന്യതയും വീടിന്റെ അകത്തെ ആ മ്ലേച്ഛതയും വീടിന്റെ അകത്തെ വേസ്റ്റും കാണണമെങ്കിൽ എന്റെ പൊന്നു കുഞ്ഞെ, ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രം കാര്യമാകത്തില്ല. അകത്ത് വെളിച്ചം പ്രകാശിക്കണം. घर का अंदर का बुराई को आप देखना है तो आपके अंदर में प्रकाशमान होना है। അകത്ത് പ്രകാശം വന്നാൽ മാത്രമേ വീടിനകം മൊത്തം പ്രകാശിക്കത്തുള്ളൂ. आपके अंदर प्रकाश आने से आपके परिवार में प्रकाशित होगा। അവൾ വീടിനകത്ത് ഒരു വിളക്ക് കത്തിച്ചു. वो घर के अंदर दिया जलाई। കത്തിച്ചപ്പോ നോക്കാം, जलाकर देखेंगे, തൂക്കണ്ട ഒരു ഗതികേട് വന്നു. अभी उसे झाड़ना पड़ा, അല്ലേ? അങ്ങനല്ലേ എഴുതിയേക്കുന്നത് അവിടെ. झाड़ू लगाना അവൾ पड़ा। വീട് മുഴുവൻ
അടിച്ചുവാരി. पूरा घर वो झाड़ू लगाई. അപ്പൊ കാലങ്ങളായിട്ട് വീട് മുഴുവൻ എന്ത് ചെയ്തിട്ടില്ല? മുഴുവൻ അടിച്ചു വാരിയിട്ടില്ല. कई सालों से वो घर पूरा झाड़ू नहीं लगाया. നിന്ന ചുറ്റുപാട് മാത്രമേ അടിച്ചു വാരിയിട്ടുള്ളൂ. वो जहाँ खड़े रहते वहीं पे सिर्फ झाड़ू लगाया. നിന്നതിൽ നിന്ന് നോക്കും. वो जहाँ खड़े वहाँ खड़ा होकर देखते. ഇതല്ല, ये नहीं है. ഇരുട്ടിന്റെ അകത്ത് കിടപ്പുണ്ട് നിന്റെ ചില നിക്ഷേപങ്ങൾ. अंधेरा के अंदर में आपका कुछ गुप्त चीज അതിനെ रखा हुआ ഇരുട്ട് है. മൂടിയിരിക്കുകയാ. उसको अंधेरा ढका हुआ है. നിന്റെ അകത്ത് നീ ഒന്ന് തയ്യാറായാൽ, आपके अंदर आप तैयार होने ഈ ഇരുട്ടിനെ മാറ്റാൻ തയ്യാറായപ്പോൾ वो अंधकार को हटाने तैयार हुआ तब മനസ്സിലായി തൂത്തേ പറ്റത്തുള്ളൂ. वो समझ गई अभी झाड़ू लगाना है. നേരെ മനസ്സിലാക്കുന്ന എന്ത് വേസ്റ്റാ. तब वो समझते कितना कूड़ा कचरा है. ഹലോ, ശരിക്കും നമ്മളെ ഒന്ന് കണ്ടാൽ അറിയാം अच्छी तरह हम अपने आप को देखने से നമ്മുടെ समझेंगे എവിടൊക്കെ പരാജയം ഉണ്ടെന്ന്. हमारे में कहाँ कहाँ पराजय है. അല്ല നമ്മള് കൃപ കൃപ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു കുഴപ്പവും नहीं, अनुग्रह अनुग्रह बोलने से कोई तकलीफ नहीं. ശരിക്കും പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് ഒന്ന് പ്രകാശിച്ചു കഴിഞ്ഞാൽ सही रूप से पवित्र आत्मा हम में प्रकाशित होने से നമ്മുടെ ശരീരത്തെ മുഴുവൻ ഏറ്റു ഇസട്ട് എവിടെല്ലാം തോൽവിയുണ്ട് നമുക്കറിയാം. हमारा शरीर में पूरा ए से लेकर इज्जत तक कहाँ कहाँ हार है हम समझ पाए. യേശു കർത്താവ് പറയുക, यीशु मसीह कहता है അവൾ വീട് മുഴുവൻ അടിച്ചു വാരി, वो पूरा घर वो साफ करे. അതിന്റെ അകത്ത് അവൾ തപ്പി നോക്കി, उसके अंदर में वो ढूंढ അടിച്ചു വാരിയപ്പോൾ അവൾ കണ്ടെത്തി അവൾക്ക് നഷ്ടപ്പെട്ട ദ്രഹ്മ. वो झाड़ू लगाई तो वो देख पा ली उसको जो नष्ट वाला सिक्का. അറിയാം, जानते हैं, ബോധ്യമുണ്ട്. उसको बोध है. 10 എന്റെ ഉണ്ടായിരുന്നു, 10 सिक्का मेरे पास था. ഇപ്പൊ ഒന്നേ ഉള്ളൂ. अभी एक ही. നമുക്ക് ബോധ്യം വേണം. अभी हमें ज्ञान होना എത്ര है കൃപകൾ ഉണ്ടായിരുന്ന. हमें कितना कृपा था. ചിലരൊക്കെ പറയുന്നത് എനിക്ക് എത്ര കൃപ ഞാൻ ഉപയോഗിച്ച. कई लोग बोलते हैं मैं कितना ही वरदान उपयोग करा. ഇന്ന് ഉണ്ടോ എന്നുള്ള ചോദ്യം. आज है क्या, वही है प्रश्न. ഇല്ലെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥന തിരിച്ചെടുക്കണം. ये उपवास के प्रार्थना में वापस आना है. ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. प्रभु से प्रार्थना करने तैयार होना നമ്മുടെ है. ശൂന്യത എവിടൊക്കെ അടിച്ചു വാരണോ വാരണോന്നേ. हमारे शून्यता हटाने कहाँ कहाँ झाड़ू लगाने लगाए. പ്രകാശം വരട്ടെ. प्रकाश हमारे अंदर आए. ഇങ്ങനെ സംഭവിച്ചപ്പോൾ ऐसा हुआ तब അതിലൊന്നും നഷ്ടമായി. അവൾ അതെന്ത് ചെയ്തു? വീട് മൊത്തം അടിച്ചു വാരി. उसमें से एक नष्ट हुआ तो पूरा घर को साफ करी. ഒന്നും നഷ്ടമായപ്പോൾ ഇവക്ക് ഭയങ്കര സങ്കടമായി. एक नष्ट हुआ तभी इसके अंदर में अधिक दुख हुआ. എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയാം, അവിടെ സന്തോഷം നഷ്ടപ്പെട്ടു പോയി. उसका आनंद नष्ट हो गया. നിങ്ങൾ ശരിക്കും ഒന്ന് വായിച്ചു നോക്കണം വീട്ടിൽ പോയിട്ട് കേട്ടോ. आप घर जाकर उस भाग को पढ़कर അവിടെ देखिए. സന്തോഷം നഷ്ടപ്പെട്ടു. हाँ, उसका आनंद नष्ट हो गया. ഓർത്തേ, ചിലത് നഷ്ടപ്പെടുമ്പോൾ സന്തോഷം നഷ്ടപ്പെട്ടു പോകും. कुछ नष्ट होता है तो हमारे अंदर का खुशी नष्ट होता है. സന്തോഷം നഷ്ടപ്പെട്ടതിന്റെ കാരണം എന്നറിയോ? उसका खुशी नष्ट होने का कारण क्या है? എണ്ണം ഉണ്ടായിരുന്നുള്ളൊരു ബോധ്യം അവൾക്കുണ്ടായി. 10 सिक्का उसके पास था करके एक बोध उसके अंदर ഇപ്പൊ है. ഒന്നില്ലെന്ന് അവൾക്ക് തിരിച്ചറിയാൻ പറ്റി. अभी एक खो गया ऐसा वो जानकारी उसके ഞാൻ अंदर है. മക്കളോട് പറയാം, അത്രയും 9 എണ്ണം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചില്ല. കാരണം അതവക്ക് വീണ്ടും നഷ്ടവും വേദനയുവാ. 9 तो मेरे पास है करके वो सोची नहीं, लेकिन वो बहुत खेदित हो गई. പക്ഷെ അവൾ തീരുമാനിച്ചു, वो सोच ली ഇല്ല, ഞാനത് വിട്ടുകൊടുക്കത്തില്ല, नहीं, मैं उसे छोड़ूंगी नहीं. ഞാനത് കളയാൻ അനുവദിക്കത്തില്ല. मैं उसे खोने के लिए अनुमति नहीं അത് दूंगी. നിമിത്തം സന്തോഷം പോയി. उसका आनंद चला. ബ്രഹ്മ നഷ്ടമായപ്പോൾ അവിടെ സന്തോഷം നഷ്ടപ്പെട്ടു वो പോയി. सिक्का नष्ट हुआ तो उसका खुशी नष्ट हो. അകത്ത് നഷ്ടബോധം ഇരിക്കെ എങ്ങനെ ചിരിക്കാൻ പറ്റും നമുക്ക്? अंदर में नष्ट का बोध है तो हम कैसे हंस എന്റെ पाएंगे. കൃപ നഷ്ടപ്പെട്ടു, मेरा वरदान नष्ट हो, എന്റെ പ്രാർത്ഥന നഷ്ടപ്പെട്ടു, मेरा प्रार्थना नष्ट हो गया, എന്നിലുള്ള കൃപാവരങ്ങൾ നഷ്ടപ്പെട്ടു, मुझमें है वाला कृपा नष्ट हो എന്നിലുള്ള गया, സ്നേഹം നഷ്ടപ്പെട്ടു, उसके मेरे अंदर का प्रेम नष्ट हो എന്നിലുള്ള गया, ദൈവമഹത്വം നഷ്ടപ്പെട്ടു. उसमें प्रभु का जो महिमा था नष्ट हो गया. നിനക്കെങ്ങനെ നഷ്ടപ്പെട്ട? നിനക്കെങ്ങനെ മറ്റുള്ളവരെ എന്നെ സന്തോഷിപ്പിക്കാൻ കഴിയും? नष्ट हुआ, आप कैसे दूसरे को खुशी में ला सकते हैं. പക്ഷേ ഇവള് തീരുമാനിച്ചു, എനിക്ക് ആ നഷ്ടപ്പെട്ടത് തിരിച്ചെടുക്കണം. लेकिन ये सोच ली जो मुझे खो गया तो मुझे पाना है. ഇതൊക്കെ നമ്മൾ സ്വയം ചിന്തിക്കേണ്ടതാണ്, ये हम खुद सोचना है, സ്വയം തീരുമാനിക്കേണ്ടതാണ്. खुद निर्णय लेना है. ഇവിടെ നിൽക്കുന്ന പാസ്റ്റർമാർക്കോ വരുന്ന പാസ്റ്റർമാർക്കോ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർക്കോ ഒന്നും നമ്മളെ വിടുവിക്കാൻ പറ്റുകയില്ല. यहाँ खड़े वाले पास्टर या आने वाले पास्टर या सेवकाई करने वाले पास्टर हमें नहीं छुड़ा പക്ഷേ सकते. നമ്മൾ തീരുമാനിക്കണം, लेकिन हमें निर्णय लेना है. നമ്മൾ നിർണയിച്ച് അതിനെ പിടിക്കാൻ തയ്യാറാകണം. हम लोग उसे निर्णय लेना है और पाने के लिए എങ്കിൽ तैयार മാത്രമേ होना, നമുക്കത് പ്രാപിക്കാൻ പറ്റൂ. तभी हम पा सकते हैं. പക്ഷേ ഇവിടെ ഈ സഹോദരി മനസ്സിലാക്കി ചിന്തിച്ചു, ये बहन समझ गई, എന്റെ വീടൊന്ന് പ്രകാശം കൊണ്ട് പരന്നാൽ मेरा घर में प्रकाश होने से നീ കണ്ടെത്താൻ പറ്റും. मैं पा सकती हूँ. അല്ലേ?
വെളിച്ചം ഉണ്ടെങ്കിൽ എനിക്ക് കാണാൻ പറ്റും. ज्योति है तो मैं पा सकती ഇന്ന് हूँ. പകൽ ഈ വെളിച്ചം ക്രിസ്തു അല്ലേ? ये ज्योति मसीह है. ഈ വെളിച്ചം വചനമല്ലേ? ये ज्योति वचन ഈ है. വെളിച്ചം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമല്ലേ? ये ज्योति पवित्र आत्मा का ഈ सानिध्य വെളിച്ചം है. നമ്മിൽ പ്രകാശിച്ചു തുടങ്ങിയാൽ ये ज्योति हम में प्रकाश നമ്മുടെ പരാജയങ്ങളെ നമുക്ക് മനസ്സിലാക്കാം. हमारे पराजय को हम समझ पाएंगे. നഷ്ടപ്പെട്ടതിനെ തിരിച്ചു പിടിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. जो नष्ट हुआ उसे हम वापस पा सकते हैं. പലതും നമുക്ക് നഷ്ടമാക്കി നമ്മുടെ വീടിനകത്ത് കിടപ്പുണ്ട്. बहुत कुछ हमसे नष्ट हुआ हमारे परिवार के अंदर पड़ा है. നമ്മളിൽ തന്നെ കിടപ്പുണ്ട്. हम में ही पड़ा है അതെങ്ങും പോയിട്ടില്ല. और कहीं नहीं गया. പക്ഷേ നമ്മളത് കണ്ടെത്താൻ പറ്റാത്ത എന്തുകൊണ്ടാണെന്നറിയോ? लेकिन हम उसे क्यों पा नहीं ശരിക്ക് सकते? പ്രകാശം നമ്മളിൽ വരാത്തോണ്ട്. अच्छी तरह हम में प्रकाश ആ नहीं आता ഇരുട്ട് है. വീട്ടിലെ ഇരുട്ട് മാറ്റിയപ്പോൾ वो अंधेरा हटने के बाद സമ്പൂർണമായ ഒരു ശുദ്ധീകരണം നടത്താൻ പറ്റി. अच्छी तरह वो शुद्धि कर पाए. ഒരു നല്ല ശുദ്ധീകരണം നടത്തിയപ്പോൾ अच्छा एक शुद्धिकरण हुआ. ആ വീടിനകത്ത് അവൾ കണ്ടെത്തി. वो घर के अंदर से वो पा ली. നഷ്ടപ്പെട്ടത് അവൾ കണ്ടെത്തി. जो खो गया था वो അവിടെ पा ली. എഴുതിയിരിക്കുന്ന നഷ്ടപ്പെട്ടവൾ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ जो नष्ट हुआ वो पाने के बाद അവിടെ വീടിനകത്ത് എന്തു വന്നെന്നാ? സന്തോഷം വന്നു. उसके घर के अंदर आनंद आया. സന്തോഷം വീടിനകത്ത് വരണോ? आनंद घर में आना है. നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കണം. जो नष्ट हुआ उसे वापस ചില पाना है. ഞെരുക്കങ്ങൾ പൊളിച്ചു മാറ്റണം. कुछ सकेती को तोड़ना ഇന്ന് है. പകൽ ഞാൻ ദൈവമക്കളോട് പറയാ, ചില ഞെരുക്കങ്ങളെ മാറ്റണം. कुछ सकेती को हटाना है. പ്രവാചക ശിഷ്യനോട് എലീശ ചോദിക്കുന്നു, അതെവിടെ വീണു? भविष्यता के चेलों से एलीशा पुस्तक कहाँ गिरा? കാണിച്ചു കൊടുക്കാൻ പറ്റി? दिखा नहीं पाए. ഇന്ന് പകൽ കാണിച്ചു കൊടുക്കാൻ പറ്റിയാൽ आपसे दिखाने होता है क्या? നിന്റെ ഞെരുക്കങ്ങളെ മാറ്റാൻ കഴിയുന്ന ദൈവം आपका നമ്മുടെ കൂടെ ഉണ്ട്. सकेती को बदलने वाला प्रभु എല്ലാ आपके साथ. കണ്ണുകൾ അടച്ചു പ്രാർത്ഥിച്ചാൽ सारे आँख को बंद करेंगे. ആത്മശക്തി നമ്മുടെ അകത്ത് വെളിപ്പെടട്ടെ. आत्मा का शक्ति हम ദൈവ में കൃപ प्रकट हो. നമ്മളിൽ വെളിപ്പെടട്ടെ. प्रभु का वरदान हम समझे. നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്തേ. हम अपने आप को जांच कर देखें. കാലേബിനെ പോലെ നമുക്ക് പറയാൻ പറ്റണം, कालेब के समान बोलने तैयार होना. മോശ എന്നെ അയച്ച നാളിൽ അതേ മഹത്വം എനിക്കിന്നുണ്ട്. मूसा मुझे भेजा उस दिन का वही महिमा आज भी मुझ में है. എനിക്ക് കൈമോശം വന്നിട്ടില്ല. मुझसे वो नष्ट नहीं हुआ. അങ്ങനുണ്ടോ? ദൈവം നിങ്ങളെ ഓരോ ദിവസവും ബലം കൊണ്ട് നിറയ്ക്കും. ऐसे है तो प्रभु एक एक दिन आपको बलवंत നിനക്ക് करेगा. ചിലത് പിടിച്ചടക്കാൻ കഴിയും. आप कुछ को अधीन कर നിനക്ക് पाएंगे. ചില നേടിയെടുക്കാൻ കഴിയും. आप कुछ को पा सकते हैं. നമ്മൾക്ക് കാലേബിനെ പോലെ പറയാൻ പറ്റണം. हम कालेब के समान बोलना है. ഇനിയില്ല, നഷ്ടപ്പെട്ടു പോയി. सब कुछ नष्ट हो അതെവിടെ गया. നഷ്ടപ്പെട്ട നമ്മൾ കണ്ടുപിടിക്കാൻ नष्ट हुआ उसे हम पा सकते അവിടെ हैं. പ്രകാശം വരട്ടെ. वहाँ में प्रकाश होना അവിടെ है. ഒരു ശുദ്ധീകരണം വരട്ടെ. वहाँ में एक शुद्धिकरण हो. എലീശ ചോദിക്കുക, एलीशा पूछता है എവിടാ അത് വീണത്? कहाँ पर गिरा? പരിഹരിക്കാൻ കഴിയുന്നവൻ കൂടുണ്ട്. निवारण करने वाले आपके साथ है. കാണിച്ചു കൊടുക്കാതെ ശൂന്യത മാറത്തില്ല. आप दिखाए बिना आपका शून्यता नहीं പറയാതെ हटेगा. ശൂന്യത മാറത്തില്ല. आप बोले बिना आपका कमी नहीं ദൈവത്തിന്റെ हटेगा. അടുക്കിലേക്ക് എത്താതെ ശൂന്യത മാറത്തില്ല. प्रभु के करीब जाए बिना आपका कमी नहीं हटेगा. ഞെരുക്കങ്ങൾ മാറണമെങ്കിൽ കണ്ടുപിടിക്കണം പലതും. आपका सकेती हटना है तो बहुत कुछ हमें जांचना है. ഞെരുക്കങ്ങൾ മാറണമെങ്കിൽ ദൈവത്തിന്റെ അടുക്കിലേക്ക് എത്തണം. हमारा सकीती से बाहर आना तो प्रभु के करीब आना നിന്റെ है. പക്കലുള്ളതിനെ കുറിച്ചൊരു ബോധ്യം നമുക്ക് വേണം. हमारे पास क्या है उसके बारे में ज्ञान ഒരു हमें നല്ല होना है. ബോധ്യത്തോടെ നമുക്ക് മുന്നേറാം. अच्छा बोध के साथ आगे बढ़ेंगे. അവസ്ഥയ്ക്ക് വ്യത്യാസം വരാൻ ദൈവം വിശ്വസ്തൻ. हमारी अवस्था में बदलाव देने നമ്മുടെ प्रभु सच्चा ഞെരുക്കങ്ങളെ है. അവൻ മാറ്റും. हमारी निंदा को प्रभु